ഹായ് പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കർണൻ സൂര്യപുത്രൻ എഴുതുന്ന മനോഹരമായിട്ടുള്ള ഒരു കഥയാണിത്. 2 പാർട്ടുകളുള്ള മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു കഥ. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കഥകൾ മറക്കാതെ ഞങ്ങൾക്ക് അയച്ചു തരിക. കഥയിലേക്ക്. രചന കർണൻ സൂര്യപുത്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. നീയൊന്നും നന്നാവില്ലടാ. ഡോക്ടർ ജോർജ് കുരുവിള ദേഷ്യത്തോടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ മേശപ്പുറത്തേക്ക് ഇട്ടു. ജിതിൻ പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. ഇളിക്കല്ലേ, കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് പറഞ്ഞ ഇനിമേൽ മദ്യപിക്കരുതെന്ന് കേട്ടില്ലല്ലോ. ഇനി അനുഭവിച്ചോ. വീണുപോയ കൂടെ ഇരുന്ന് പരിചരിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. അങ്ങനെ ആരുമില്ലെന്ന ബോധ്യം എനിക്കുണ്ട് സാർ. എന്നിട്ടാണോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? എടാ, വല്ലപ്പോഴും 2 എണ്ണം ഞാനും അടിക്കാറുണ്ട്. ഇതൊരുമാതിരി മറ്റേടത്തെ കുടിയായി പോയി. സാറ് ദേഷ്യപ്പെടാതെ, ഞാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചോളാം. എന്നാൽ അവനവന് കൊള്ളാം. നിന്റെ ആയുസ് 100 വയസ്സ് വരെ നീട്ടിത്തരാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ മോനെ പോലെ സ്നേഹിച്ചു വരുന്ന കൺമുമ്പിൽ ഇങ്ങനെ നശിക്കുന്ന കാണുമ്പോൾ ഒരു സങ്കടം. ഒരു ദിവസം നേരത്തെ ചേർത്ത് അത്രയും നല്ലല്ലേ സാറേ? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ജോർജ് കുരുവിള എഴുന്നേറ്റ് വന്നു. അവന്റെ തോളിൽ ഒരു അടിയടിച്ചു. പിന്നെ ടേബിളിൽ ഇരുന്നു. അനാവശ്യം പറയുന്നു. ജീവന്റെ വില ആംബുലൻസ് ഡ്രൈവറായി നിനക്ക് നന്നായിട്ട് അറിയാലോ. എടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. എത്ര തവണ പറഞ്ഞു നിന്നോട് തിരികെ ജോലി കയറാൻ? മാനേജ്മെന്റിനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. വേണ്ട സാർ. ജിതിൻ പുഞ്ചിരിച്ചു. കള്ളുകൂടിയനും പെണ്ണുകൂടിയനായ ഒരാളെ വീണ്ടും ജോലിക്കെടുത്താ അത് ഹോസ്പിറ്റലിൽ നാണക്കേടാ. എനിക്ക് വേണ്ടി സംസാരിച്ച സാറിന്റെ വില കളയരുത്. നിന്നെ എനിക്കറിയില്ലേ മോനെ. അയാൾ സഹതാപത്തോടെ അവനെ നോക്കി. സാറിനറിയാം, പക്ഷെ മറ്റുള്ളവർക്ക്. ഇനിയൊരു പരീക്ഷണത്തിന് വയ്യ സാറേ. ആംബുലൻസ് ഓടിക്കണേ മനസ്സും ശരീരം ഒരുപോലെ തയ്യാറായിരിക്കണം. ഇന്ന് ഞാൻ ആ അവസ്ഥയിലല്ല. വെറുതെ ഞാൻ മറ്റൊരാളുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്നത്. ഭായിമാരുടെ കൂടെ കോറിയിലെ ജോലിയിൽ ഞാൻ ഹാപ്പിയാ. മലയാളികളെക്കാളും സ്നേഹമുള്ളവർ. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. കുരുവിള തിരികെ തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു. പഴയ മരുന്ന് തന്നെ കഴിച്ചാൽ മതി. വയറിൽ വേദനയോ രക്തം ഛർദ്ദിക്കുകയോ ചെയ്താൽ ഉടനെ ഇങ്ങോട്ട് വന്ന് അഡ്മിറ്റ് ആയിക്കോളണം, കേട്ടല്ലോ. ജിതിൻ തലയാട്ടി. പിന്നെ നാളെ നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കുക. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടി. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പേഷ്യൻറ്റിനെ വീട്ടിലെത്തിക്കണം. പറ്റില്ലെന്ന് പറയരുത്. അത് വേണോ സാറേ? ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് കുറേ ആയി. മറന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. എടാ, വേറെ വണ്ടി ഏൽപ്പിക്കാൻ അറിയാനിട്ടല്ല. പറഞ്ഞല്ലോ, എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തന്നെ നീ വീട്ടിലെത്തിക്കണം. അതിനുശേഷം നീ തിരിച്ചു വന്നോ. നാളെ എനിക്ക് പണിയുണ്ട് സാറേ. ഒരു ദിവസത്തെ കൂലി ഞാൻ തന്നോളാം, പോരെ? വേറെ വഴിയില്ലെന്ന് മനസ്സിലായതോടെ ജിതിൻ സമ്മതം മൂളി. പിന്നെ എഴുന്നേറ്റു. ഞാൻ പൊക്കോട്ടെ സാറേ. പിന്നെ നാളെ വരുമ്പോൾ ഈ താടിമുടിയൊക്കെ വെട്ടി മനുഷ്യക്കോലത്തിൽ വാ. എൻ്റെ കല്യാണം എന്നല്ലല്ലോ, ഒന്ന് ചുമ്മാതിരി സാറേ. ഏൽപ്പിച്ച ജോലി ചെയ്യും, അത്രയേ ഉള്ളൂ. നീ എന്തെങ്കിലും കാണിക്ക്. അവരോട് എത്തിക്കുന്നവരെ കുടിക്കാണ്ടിരുന്നാൽ മതി. അവൻ ചിരിച്ചുകൊണ്ട് കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് നടന്നു. നേരെ ഫാർമസിയിൽ ചെന്ന് മരുന്ന് വാങ്ങി. അതിനുശേഷം ബൈക്ക് എടുത്ത് കുറച്ചകലെയുള്ള ബീവറേജ് ഷോപ്പിൽ നിന്നും ഒരു കുപ്പി ബ്രാൻഡിയും വാങ്ങി താമസസ്ഥലത്തേക്ക് തിരിച്ചു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് തന്നെ ജിതിൻ ഹോസ്പിറ്റലിലെത്തി. റിസപ്ഷനിൽ ജോലി ചെയ്യുന്ന ഹേമ അവനെ കണ്ടതും ആശ്ചര്യത്തോടെ നോക്കി. ആഹാ, ആരാ ഇത്? ഷേവ് ചെയ്ത് മുടിയൊക്കെ വെട്ടി സുന്ദരനായല്ലോ. ഇപ്പൊ കണ്ട ടോയിനോ തോമസിനെ പോലെയുണ്ട്. കളിയാക്കല്ലേ ചേച്ചി, ജീവിച്ചു പോയിക്കോട്ടെ. കുരുവിള ഡോക്ടർ ഇല്ലേ? ഉണ്ട്, റൗണ്ട്സിന് പോയതാ. നീ വന്നാൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവൻ ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിന് നേരെ നടക്കാൻ തുടങ്ങിയതും ഹേമ വിളിച്ചു. ജിതിനെ, ഇനിയൊരു പെണ്ണൊക്കെ കേട്ടാ. എന്റെ കസിനൊരു മോളുണ്ട്, ഒന്ന് ആലോചിച്ചാലോ? വേണ്ട, ഞാൻ ചേച്ചിയെ കെട്ടിക്കോളാം. അതല്ലേ നല്ലത്. അപ്പൻ്റെ കെട്ടിയോന് 2 പിള്ളേരോ? പിള്ളേരെ ഞാൻ ബോണസായി വെച്ചേക്കാം. പിന്നെ കെട്ടിയോൻ പുള്ളി രക്ഷപ്പെട്ടില്ലേ? പോടാ. ഹേമ ചിരിച്ചു. അവനകത്ത് കയറി കസേരയിൽ നിന്ന് ഫോൺ നോക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ജോർജ് കുരുവിള എത്തി. കുറെ നേരമായോടാ? ഇല്ല. കുരുവിള മേശവലിപ്പുറന്ന് കാറിന്റെ കീ അവൻ നൽകി. പിന്നെ പേഴ്സിൽ നിന്ന് ATM കാർഡും. പെട്രോൾ അടിച്ചോ? പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. ചേടാ, ഇത് ലോകാവസാനം മറ്റാണോ? അറുത്ത് കൈക്ക് ഉപ്പേക്കാത്ത കുരുവിള ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. കുരുവിള പൊട്ടിച്ചിരിച്ചു. എടാ, കുറെ കാശ് സമ്പാദിച്ചിട്ട് എന്തിനാ? ആർക്കെങ്കിലും സഹായം ചെയ്തില്ലെങ്കിൽ ചത്തു കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ദൈവം ചോദിക്കില്ലേ? അതാദ്യം ഇവിടുത്തെ മാനേജ്മെന്റിനോട് പറ. ബില്ലൊക്കെ കഴുത്തറപ്പനാണെന്ന് ജനങ്ങൾക്ക് പരാതിയുണ്ട്. നീ എൻ്റെ പോകാണ്ടേ അടങ്ങുമല്ലേ? സമയം കളയണ്ട, പെട്ടെന്നില്ലേ. 305 നമ്പർ മുറി. അവരെ എത്തിച്ചിട്ട് എന്നെ വിളിക്കണം കേട്ടോ. അവൻ തലവിളിക്കും. പിന്നെ ലിഫ്റ്റിന് നേരെ നടന്നു. അവിടെ ഒരു നേഴ്സും അറ്റൻഡറും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതാ മറ്റേ പുള്ളിയല്ലേ? ഇവന് വീണ്ടും ജോലിക്കെടുത്തോ? അറ്റൻഡർ നേഴ്സിനോട് ചോദിച്ചു. ഇല്ല ജോഷി, അങ്ങനെ ഒരു മണ്ടത്തിൽ ഹോസ്പിറ്റലുകാർ കാണിക്കില്ല. ഇത് കുരുവിള ഡോക്ടർ ചെയ്ത ഏർപ്പാടാ. ഞാനും വിചാരിച്ചു ഇതെന്താ നടക്കുന്നതെന്ന്. ഇവനെപ്പോൾ ഉള്ളിടത്തൊക്കെ സ്ത്രീകൾ എങ്ങനെ ജോലി ചെയ്യും? സത്യ, ഇവിടെ ചില അവളമാർ ഇന്ന് വിശ്വസിക്കുന്നത് ഇവൻ നിരപരാധിയാണെന്നാ. കാരണം പോലീസ് കേസൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷെ ആ നാട്ടിൽ 1-2 ആളുകൾ ഇവിടെ ജോലിക്ക് വരുന്നതുകൊണ്ട് നമ്മൾ കാര്യം അറിഞ്ഞ്. വളരെ പതുക്കെയായിരുന്നു സംസാരമെങ്കിലും ആ കോറിഡോർ നിശബ്ദമായിരുന്നുകൊണ്ട് സംഭാഷണം ജിതിൻ കേട്ടു.
നുരഞ്ഞു പൊന്തിയ ദേഷ്യം അടക്കി പിടിക്കാൻ പാടുപെട്ടപ്പോൾ ലിഫ്റ്റ് രക്ഷയ്ക്കെത്തി. 3rd ഫ്ലോറിലേക്ക് അത് ഉയരുമ്പോൾ ജിതിന്റെ മനസ്സിൽ അയാളുടെ ശബ്ദമായിരുന്നു. ഇവനപ്പോൾ ഉള്ളത് സ്ത്രീകൾ എങ്ങനെ ജോലി ചെയ്യും? ആ കോപത്തോടെ തന്നെയാണ് 305 റൂമിന്റെ വാതിൽ തള്ളി തുറന്ന് അവിടെ 10 വയസ്സിൽ താഴെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ടേബിളിൽ ഒരു ചെറിയ ടോയ് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടുന്നു. അപ്രതീക്ഷിതമായി വാതിൽ തുറന്നുകൊണ്ട് അവളൊന്ന് ഞെട്ടി. റൂം മാറിയോ എന്ന് സംശയിച്ച് നിൽക്കുന്നുണ്ട്. പുറകിൽ നിന്ന് കാൽപ്പെരുമാറ്റം കേട്ട് അവൻ തിരിഞ്ഞു. ഒരു യുവതി. നിറമങ്ങിയ നീല കോട്ടൺ ചുരിദാറാണ് വേഷം. തളർന്ന മുഖം, പാറിപ്പറന്ന മുടിയിഴകൾ, കയ്യിൽ മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഫയൽ. ആരാ? എന്താ? അവൾ പേടിയോടെ ചോദിച്ചു. നിങ്ങളാണോ ഇവിടെ? അതെ. അത് ശരി, ഇനി റെഡിയായില്ലേ? കുരുവിള ഡോക്ടറുടെ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി എന്നെയും കാത്തിരിക്കുകയാണെന്ന്. അല്ല, രോഗിയാ നിങ്ങളെന്തിനാ അവിടെ കറങ്ങി കിടക്കുന്നത്? കൂടെ വേറെ ആരുമില്ലേ? അവൾ പകച്ചു നിൽക്കുകയാണ്. അയ്യോ അങ്കിളെ, അമ്മയ്ക്കല്ല, എനിക്കാ സുഖം. ആ പെൺകുട്ടി പറയുന്ന കേട്ട് ജിതിനൊന്ന് ഞെട്ടി. മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. താനെന്തിനെ ഇവരോട് പൊട്ടിത്തെറിക്കണം? ആരോടുള്ള ദേഷ്യം ഇവിടെ കാണിച്ച തെറ്റ് തന്നെ. ഡിസ്ചാർജ് ചെയ്തോ? അവൻ ശബ്ദം പരമാവധി മയപ്പെടുത്തി. യുവതി തലയാട്ടി. ഞാൻ പുറത്തേക്കാം. നിങ്ങളെ കൊണ്ടുവിടാൻ എന്നെ ഡോക്ടർ ഗുരുവിളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ റൂമിന് വെളിയിലേക്ക് നടന്നു. 10 മിനിറ്റുള്ള യുവതിയും പെൺകുട്ടിയും വന്നു. അവളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. താ, ഞാൻ പിടിക്കാം. വേണ്ട, അവൾ തടഞ്ഞു. തന്നെ നോക്കി അടക്കം പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റലിലെ ചില സ്റ്റാഫിനെ അവഗണിച്ചുകൊണ്ട് ജിതിൻ പാർക്കിംഗ് ഏരിയയിലെത്തി കാർ സ്റ്റാർട്ട് ചെയ്തു. യുവതിയും പെൺകുട്ടിയും പുറകിൽ കയറിയതോടെ അവൻ കാർ റോഡിലേക്ക് എത്തി. എവിടെ നിങ്ങൾ സ്ഥലം? ആഞ്ജനേയപുരം. അവൻ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി പുറകിലേക്ക് തിരിഞ്ഞു. എവിടെ? ആഞ്ജനേയപുരം. ഒരു മിനിറ്റ്. അവൻ ഡോറിൽ നിന്ന് പുറത്തിറങ്ങി ഫോണെടുത്ത് ഡോക്ടർ കുരുവിളയെ വിളിച്ചു. എന്താടാ, ഇതൊരു മാതിരി കോപ്പിലെ ഇടപാടായി പോയി സാറേ. എന്തുപറ്റി? ഞാൻ കരുതി ഇവിടെ അടുത്തെവിടെയാണെന്ന്. ഇത് കേരള കർണാടക അതിർത്തിയിൽ. ഞാൻ സാറിനോട് എന്തു ദ്രോഹ ചെയ്ത്? അടുത്താണെങ്കിൽ എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്താൽ പോരെടാ. എന്നാലൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നോട്? പറഞ്ഞാൽ നീ മുങ്ങുന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടിയല്ലേ? നല്ല കുട്ടിയായി പോയി വാടാ. നാളെ കോറി ചെന്നില്ലെങ്കിൽ എൻ്റെ പണി പോവും. അങ്ങനെ സംഭവിച്ചാ നിനക്കെൻ്റെ പേഴ്സണൽ ഡ്രൈവറായിട്ട് ഞാൻ പണി തരും. ഇപ്പൊ തന്ന 8ന്റെ പണിയൊന്നും മതിയായില്ലല്ലേ? അവൻ കോൾ കെട്ടി തിരികെ കാറിൽ കയറി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളിവിടെ ഇറങ്ങി എങ്ങനെയും പോയിക്കോളാം. യുവതിയുടെ നേരത്തെ സ്വരം കേട്ട് ജിതിൻ സെൻട്രൽ മുറിലൂടെ നോക്കി. അച്ഛൻ്റെ ഫ്രണ്ടാ കുരുവിളങ്കിള്, അതുകൊണ്ട് അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ അനുസരിച്ച്. ആർക്കും ഭാരാവെന്ന് എനിക്ക് ഇഷ്ടമല്ല. അതൊന്നല്ല, പെട്ടെന്ന് ഇത്രയും ദൂരം നിന്ന് കേട്ടപ്പോൾ എനിക്കും കുരുവിള സാർ വളരെ വേണ്ടപ്പെട്ടവനാ. പുള്ളി ഏൽപ്പിച്ച ജോലി ഞാൻ എന്തും ചെയ്യും. അവൻ കാറ് മുന്നോട്ടെടുത്തു. അമ്മേ, വിശക്കുന്നു. കുറെ ദൂരം ചെന്നപ്പോൾ പെൺകുട്ടി യുവതിയെ തോണ്ടി. ബിസ്ക്കറ്റ് തരാട്ടോ. അവൾ ബാഗ് തുറന്നു. വേണ്ട, എനിക്ക് ബിരിയാണി വേണം. വഴിയിൽ നിന്ന് കഴിക്കുന്നത് നല്ലതല്ലേ ദൈവം. അമ്മ വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടായിത്തരാം. എനിക്ക് ബിരിയാണി മതി. വാശി പിടിക്കല്ലേ കേട്ടോ. ജിതിനൊരു ഹോട്ടൽ മുമ്പിൽ കാർ നിർത്തി. എടോ, എന്തെങ്കിലും കഴിക്കുന്നുണ്ട്, ഇപ്പൊ കഴിച്ചോ. അങ്ങോട്ട് എത്തിയാൽ നല്ല ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. വേണ്ട, ബിസ്ക്കറ്റ് ഉണ്ട്. ഈ സമയത്താണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്? വേണ്ടാഞ്ഞിട്ടാ. എനിക്ക് വേണമെങ്കിലേ വാങ്ങിത്തരാവോ? ഇതാ കാശ്. കുട്ടി ഒരു 10 രൂപ നോട്ട് നീട്ടി. ജിതിന് യുവതിയുടെ മുഖത്തേക്ക് നോക്കി. അവന് കാര്യം മനസ്സിലായി. അവൻ പുറത്തിറങ്ങി പുറകിലെ ഡോർ തുറന്നു. ഇറങ്ങ്. വേണ്ട, അവൾ പതർച്ചയോടെ പറഞ്ഞു. പറയുന്നതനുസരിക്ക്. അവൻ ശബ്ദമുയർത്തി. അതോടെ അവൾ പുറത്തിറങ്ങി. നാണക്കേടും തോന്നണ്ട. നിങ്ങളവിടെ എത്തിക്കുന്നവരെയുള്ള എല്ലാ ഉത്തരവാദിത്വം എനിക്കാ. എല്ലാന്ന് വെച്ചാ എല്ലാം. അവൻ കുഞ്ഞിന്റെ കൈ പിടിച്ച് ഹോട്ടലിനകത്തേക്ക് നടന്നു. ഗത്യന്തരമില്ലാതെ അവളും അനുഗമിച്ചു. ഓർഡർ ചെയ്ത് 2 ചിക്കൻ ബിരിയാണിയും 3 ലൈം ജ്യൂസും മുന്നിലെത്തി. കഴിക്ക്. അവൻ ബിരിയാണി 2 മുമ്പിലേക്ക് നീക്കി വെച്ചു. അങ്കിളിന് വേണ്ടേ? വേണ്ട. എന്താ, കാശിലായിട്ടാണോ? ഞാൻ തരാലോ. നിഷ്കളങ്കമായ മുഖഭാവത്തോടെ അവൾ കുഞ്ഞു കയ്യിലെ 10 രൂപ വീണ്ടും നീട്ടി. അതുകൊണ്ട് നല്ല മോളെ, അങ്കിളിപ്പോൾ കഴിച്ചാലേ നിങ്ങളെ വീട്ടിലെത്തിക്കാൻ പറ്റില്ല. തലേന്ന് രാത്രി അമിത മദ്യപാനം കാരണം ശരീരം പ്രതികരിക്കുന്നുണ്ടാണെന്നും ഇപ്പോൾ നിങ്ങൾ കഴിച്ചാലെല്ലാം പുറത്തേക്ക് വരും എന്നുള്ള പേടി കൊണ്ടാണെന്നും അവൻ പറഞ്ഞില്ല. പെട്ടെന്ന് ലൈം ജ്യൂസ് കുടിച്ചു തീർത്തു. നിങ്ങൾ പതിയെ കഴിച്ചു വന്നാൽ മതി, ഞാൻ വെളിയിലുണ്ട്. വേറെന്തെങ്കിലും വേണമെങ്കിൽ മടിക്കാതെ വാങ്ങിച്ചോ കേട്ടോ. അത്രയും പറഞ്ഞ് അവൻ പുറത്തിറങ്ങി. തല പൊട്ടിപ്പിളരുന്ന പോലെ വേദന അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം കണ്ട ഫാർമസിയിൽ നിന്ന് തലവേദനയുടെ 2 ഗുളിക വാങ്ങി ഒരുമിച്ച് വിഴുങ്ങി. പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വിളിക്കുമ്പോഴാണ് കുരുവിളയുടെ കോള് വന്നത്. നീ ആ കാടിയിൽ നിന്ന് പൈസ ഒന്നും എടുത്തില്ലടാ. മെസ്സേജ് ഒന്നുമില്ലല്ലോ. ആവശ്യം വരട്ടെ, അപ്പെടുത്തോളാം. എവിടെ എത്തി? പോയിക്കൊണ്ടിരിക്കുന്ന ഫുഡ് കഴിക്കാൻ നിർത്തിയതാ. എന്നിട്ട് കഴിച്ചോ നീ? അവർ കഴിക്കുന്നുണ്ട്, എനിക്ക് വിശപ്പില്ല. ഇന്നലെ ഈ മൂക്കറ്റം കയറ്റിയല്ലേ? സാറെന്ന മരുന്ന് കഴിക്കുമ്പോൾ കള്ളുടിക്കുന്നതല്ലേ പറഞ്ഞ്? ഇന്നലെ മരുന്ന് കഴിച്ചില്ല. ഇന്നു മുതൽ നന്നായിക്കോളാം. കഷ്ടം. ഞാൻ ദൈവത്തിൻ്റെ ഓരോ വികൃതിയെ ആലോചിക്കുന്നേ. ഒരു കാലത്ത് തനിക്ക് കിട്ടിയ ജീവിതം എങ്ങനെയെങ്കിലും അവസാനിച്ചോട്ടെ എന്നെങ്കിലും സ്വയം നശിക്കുന്ന ഒരുത്തിനും ഒരു ദിവസമെങ്കിലും കുഞ്ഞിൻ്റെ ആയുസ് അധികം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പെണ്ണ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. എന്താ? ജിതിൻ ഞെട്ടിത്തെരിച്ചു പോയി. സാറെന്തേ പറയുന്നത്? ആ കുഞ്ഞിനെ പ്രശ്നം ഹാർട്ട് പ്രോബ്ലം, ഡയലേറ്റഡ് കാർഡിയോമോപ്പതി എന്ന് പറയും. എന്ന് വെച്ചാൽ ഹൃദയം ആവശ്യമുള്ളതിനേക്കാൾ വലുതായി പമ്പ് ചെയ്യാനുള്ള കഴിവ് കുറയുന്ന അവസ്ഥ.
ഡോക്ടർ ഹരീഷിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്ന കുട്ടി. അപ്പോൾ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ലേ? ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ ജിതിനെ, പരിമിതികളുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അവർക്ക് വേറെ ആരുമില്ലേ? ആ, അവർക്ക് നീ തുളസിയോട് നേരിട്ട് ചോദിച്ചു. അതാരാ? ആഹാ, ഇത്രയും നേരം കൂടെ ഉണ്ടായിട്ട് നിനക്ക് അവളുടെ പേരറിയില്ലേ? പിന്നെ പേരുന്നാളും ചോദിച്ച് ഞാൻ കല്യാണം ആലോചിക്കാൻ പോയല്ലേ. സാറ് വെച്ചേ. അവൻ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിന് മാരക രോഗമാണെന്ന് അവന് വിശ്വസിക്കാനായില്ല. മറ്റൊരു സിഗരറ്റിന് തീ കൊളുത്തി വലിച്ചു തുടങ്ങുമ്പോഴേക്കും ഹോട്ടലിൽ നിന്ന് തുളസിയും കുഞ്ഞും പുറത്തിറങ്ങുന്ന കണ്ടു. വേഗം സിഗരറ്റ് നിരത്തിയിട്ട് ചവിട്ടിക്കെടുത്തി അവൻ അങ്ങോട്ട് നടന്നു. ഭക്ഷണത്തിന്റെ കാശ് കൊടുത്ത് അവൻ തുളസിയെ നോക്കി. പോവാം. അവൾ തലയാട്ടി. അങ്കിളെ, ഞാൻ മുന്നിലിരുന്നോട്ടെ? അതൊന്നും വേണ്ട മോളെ, തുളസി വിലക്കി. സാറില്ല, മോളുവാ. അവൻ കുഞ്ഞിന്റെ കൈ പിടിച്ച് കോ ഡ്രൈവർ സീറ്റിലിരുത്തി ബെൽറ്റ് ഇട്ടു. പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. മോളുടെ പേരെന്താ? ദേവനന്ദ. ദേവു എന്ന് വിളിക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 3. ഇപ്പൊ സ്കൂളിൽ പോനില്ല, അസുഖം മാറിയിട്ട് പോയാ മതി എന്ന് അമ്മ പറഞ്ഞു. അതാ നല്ലത്. അല്ലെങ്കിൽ സ്കൂളിൽ പോയി വൈകുന്നേരം വരെ ഇരിക്കുന്നൊക്കെ ബോറാ. ജിതിൻ ചിരിയോടെ കാർ ഡ്രൈവ് ചെയ്തു. യാത്രയിലുടനീളം ദേവുമോൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനത് വലിയൊരു ആശ്വാസവുമായി. കുറെ നാളുകൾക്ക് ശേഷമാണ് ലോങ് ഡ്രൈവ് ചെയ്യുന്നത്. അതിന്റെ ബുദ്ധിമുട്ടുകൾ മറക്കാൻ ദേവുവിന്റെ സംസാരം ഒരുപാട് സഹായിച്ചു. നേരം കടന്നു പോകും തോറും അവന് കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. സ്ഥിരമായി മദ്യപിക്കുന്ന സമയമാണ്. ശരീരം അത് ആവശ്യപ്പെടുന്നു. കൂടെ ശക്തമായ മനംപിരട്ടലും. ദേവുമോൾ നല്ല ഉറക്കത്തിലാണ്. തുളസി പുറത്തെ കാഴ്ചയിൽ കണ്ണു നട്ടിരിക്കുന്നു. നഗരത്തിരക്കുകൾ പിന്നിട്ട് ഇരുവശവും വൻമരങ്ങളും കാറ്റുചെടികളും നിറഞ്ഞ കാനനപാതയിലേക്ക് കാറ് പ്രവേശിച്ചു. വല്ലപ്പോഴും എതിരെ വരുന്ന വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ ഒഴിച്ചാൽ റോഡ് ശൂന്യം. ഇരുട്ട് പടർന്നു തുടങ്ങി. അവിടുന്ന് ഏകദേശം അരമണിക്കൂർ അടുത്താണ് ആഞ്ജനേയപുരത്ത് എത്തിയത്. ഗ്രാമവുമല്ല പട്ടണവുമല്ല എന്ന നിലയിലുള്ള നാട്. ഇപ്പുറത്തെ കുന്നിൽ നിന്ന് നോക്കിയാൽ അങ്ങ് കർണാടക ചെക്ക് പോസ്റ്റും ഫോറസ്റ്റ് ഓഫീസും കാണാം. കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് മീതെയുള്ള പാലം കടന്നാൽ കർണാടകയാണ്. തേയില വിളഞ്ഞിൽക്കുന്ന കുന്നുകളും ഫാക്ടറികളും ഒക്കെ കടന്ന് ആഞ്ജനേയപുരം ടൗണിലെത്തി. റോഡിന് ഇരുവശം ഒരുപാട് കടകൾ. ഓട്ടോകളും ജീപ്പുകളും കുതിരവണ്ടികളുമൊക്കെ യാതൊരു ശ്രദ്ധയുമില്ലാതെ കടന്നു പോകുന്നു. എനിക്ക് ഇവിടം വരെ വഴിയറിയൂ. പണ്ട് ട്രിപ്പ് വന്ന ഓർമ്മയില്ല ഡ്രൈവ് ചെയ്തേ. ജിതിൻ പറയുന്ന കേട്ട് തുളസി കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്നു. ദാ ആ കാണുന്ന ചർച്ചിന്റെ മുമ്പിൽ നിന്ന് വലത്തോട്ടുള്ള റോഡ്. അവൾ വിരൽ ചൂണ്ടി. ഒരു ചെറിയ പോക്കറ്റ് റോഡായിരുന്നു അത്. ഒറ്റ നിലയുള്ള കോൺക്രീറ്റ് വീടുകൾ, പിന്നെ ഇടയ്ക്കോരോ ചെറിയ കുടിലുകളും. ആ വേപ്പ് മരത്തിന്റെ അടുത്താ. ജിതിൻ അവൾ പറഞ്ഞ സ്ഥലത്ത് കാർ നിർത്തി. ഇതാ വീട്. അവൾ പറഞ്ഞു തീരും മുമ്പേ ജിതിൻ പുറത്തേക്ക് ഇറങ്ങി ഓടി. തുളസിക്കൊന്നും മനസ്സിലായില്ല. വേപ്പ് മരത്തിൽ ഇടം കൈയൂന്നി ജിതിൻ ഛർദ്ദിക്കുകയാണ്. അവൾ വേഗം ഇറങ്ങി മുൻ സീറ്റിൽ ഉറങ്ങിക്കിടക്കായിരുന്നു ദേവുമോളെ എടുത്തു. പിന്നെ വീടിന്റെ ഡോർ തുറന്ന് കുഞ്ഞിനെ കിടത്തി ഒരു സ്റ്റീൽ കപ്പിൽ വെള്ളവുമായി തിരിച്ചു വന്നു. ജിതിൻ മുഖം തുടച്ചുകൊണ്ട് മുറ്റത്തേക്ക് കയറുകയായിരുന്നു. അവൾ വെള്ളം നീട്ടി. സോറി, അവിടെ വൃത്തികേടാക്കി. സാരമില്ല. തുളസി പുഞ്ചിരിച്ചു. കൈനീട്ടി കപ്പ് വാങ്ങിയെങ്കിലും വിറയൽ കാരണം വെള്ളം നിലത്തേക്ക് തുളുമ്പി. എന്തുപറ്റി? യാത്രയുടെയാണോ? ഏയ് അല്ല, ദിവസം അടിക്കുന്ന ശീലമുണ്ടേ. ഇന്ന് ആ അവസരം കിട്ടിയില്ലല്ലോ. പോരാത്തിന് ഇന്നലെ കഴിച്ചതിന്റെ ക്ഷീണവും. അവൻ തിണ്ണയിലിരുന്നു. തുളസി സഹതാപത്തോടെ അവനെ നോക്കി. പിന്നെ പറമ്പിലൂടെ അടുത്ത വീട്ടിലേക്ക് ചെന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തിയപ്പോൾ അവളുടെ കയ്യിലെ ഗ്ലാസ്സിൽ കുറച്ച് മദ്യമുണ്ടായിരുന്നു. ആൽക്കഹോളിക് അഡിക്റ്റ് ആയവരോ പെട്ടെന്ന് നിർത്തിയ ബോഡി റിയാക്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലെ മണിച്ചേട്ടൻ തന്നാ. പുള്ളി ശനിയാഴ്ച മാത്രമേ കഴിക്കൂ. വേണ്ടായിരുന്നു. ജിതിന് വല്ലായ്മ തോന്നി. അവരെന്ത് കരുന്നു? ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബാറ് കണ്ടിരുന്നു. തിരിച്ചു പോകുമ്പോൾ ഞാൻ അവിടുന്ന് കഴിച്ചോളാം. അവരൊന്നും കരുതില്ല. യാതൊരു പരിചയമില്ലാത്ത ഒരാൾ വീട്ടിൽ കയറ്റി മദ്യം കൊടുത്ത് സൽക്കരിക്കുന്ന ഒരു പെണ്ണല്ല ഞാനെന്ന് അവർക്കറിയാം. പിന്നെ ഇന്ന് തിരിച്ചു പോകുന്ന കാര്യം മറന്നേക്ക്. ഇത്രയും ദൂരം ഈ അവസ്ഥയിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, രാത്രി ആന ഇറങ്ങാറുണ്ട്. എന്നെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചാൽ നിങ്ങളുടെ സേഫ്റ്റി നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. ആവും, ഇത് കുടിക്ക്. അപ്പോഴും ഞാൻ കഴിക്കാൻ നേരം ഉണ്ടാക്കാം. ജിതിൻ ആ മദ്യം ആർത്തിയോട് കുടിച്ചു. എന്തിനെങ്ങനെ നശിക്കുന്നേ? എൻ്റെ അച്ഛൻ കുടികാരനാ മരിച്ച്. നല്ലൊരു കലാകാരനായിരുന്നു. മദ്യപാനം എല്ലാം നശിപ്പിച്ചു. രക്തം തുപ്പി മരിക്കുന്ന സമയത്ത് അതുവരെ കൊണ്ടുനടന്ന് കുടിപ്പിച്ച ഒരുത്തിനും ഒപ്പമുണ്ടായിരുന്നില്ല. തൻ്റെ അച്ഛനെ പോലെ അല്ലടോ ഞാൻ. എനിക്ക് ജീവിക്കാൻ യാതൊരു കാരണവുമില്ല. ഇനി അഥവാ ചത്ത സങ്കടപ്പെടാൻ ഈ ലോകത്തൊരു പട്ടി പോലും ഇല്ല. തുളസി കുറച്ചു നേരം ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ അകത്തേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണു തിരുമ്മിക്കൊണ്ട് ദേവുമോൾ അവൻ്റെ അടുത്തെത്തി. ആഹാ, എഴുന്നേറ്റോ? അമ്മ പറഞ്ഞു അങ്കിളിൽ നിന്ന് പോകുന്നില്ലാന്ന്. സത്യാണോ? അതെ. എന്തേ, ഞാൻ പോണോ? അയ്യോ വേണ്ട. കുഞ്ഞിന്റെ കയ്യിലൊരു ടോയ് കാർ ഉണ്ടായിരുന്നു. ഇതോളാണ്. ആരുമായി തന്ന? അമ്മ. മോൾക്ക് വണ്ടികൾ ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വലുതാവട്ടെ കേട്ടോ. എന്നിട്ട് അങ്ങൾ മോളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം. അതിന് ഞാൻ വലുതാവില്ല. മരിച്ചു പോകുന്ന പ്രമോദങ്കിള് പറയുന്നു. ദേവു! തുളസിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അതേക്ക് പോ.
കുഞ്ഞകത്തേക്ക് ഓടി. മോളോടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? ജിതിൻ അരിശപ്പെട്ടു. അതൊക്കെ വലിയ കഥയാ, വരൂ കഴിക്കാം. തുളസി ക്ഷണിച്ചു. ജിതിൻ എഴുന്നേറ്റ് ആൾക്ക് പിറകെ അകത്തേക്ക് നടന്നു. ചെറിയ വീടായിരുന്നു അത്. ഒരു മുറി അടുക്കളയും മാത്രം. രണ്ടിനെയും വേർതിരിക്കുന്ന ചെറിയൊരു ഹാള്. അവിടെ ടേബിളിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. ഇരിക്കും. അവനനുസരിച്ചു. തുളസി അടുക്കളയിൽ നിന്നൊരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ദേവുമോളെ ഇരുത്തി. ആഹാരം വിളമ്പിയ ശേഷം അവളും ഇരുന്നു. ചൂട് കഞ്ഞിയും കാന്താരി മുളകിട്ട ചമ്മന്തിയും അച്ചാറും ഉണക്കമീൻ വറുത്തതും. ഇഷ്ടപ്പെടുമെന്നറിയില്ല. അവൾ വ്യസനത്തോടെ അവനെ നോക്കി. ഇഷ്ടപ്പെടുമെന്നോ? വീട്ടിലുണ്ടാക്കുന്ന കിട്ടിയിട്ട് കാലം കുറയായി. അവൻ ആർത്തിയോടെ കഴിക്കുന്നുണ്ടപ്പോൾ പറഞ്ഞ സത്യമാണെന്ന് തുളസിക്ക് മനസ്സിലായി. അവളും പതിയെ കഴിച്ചു തുടങ്ങി. ദേവുമോൾ അവനോട് കലപില സംസാരിച്ചുകൊണ്ടിരുന്നു. അവനും കുസൃതിയോടെ മറുപടി നൽകി. ഭക്ഷണത്തിന് ശേഷം അവൻ റോഡിന്റെ അങ്ങേമൂലയിൽ ചെന്ന് സിഗരറ്റ് വലിക്കുന്നത് തുളസി കണ്ടില്ലെന്നടിച്ചു. അടുക്കളയൊക്കെ വൃത്തിയാക്കി ദേവുമോൾക്ക് മരുന്നും കൊടുത്ത് അവൾ കിടത്തിയ ശേഷം ഉമ്മറത്ത് വന്നപ്പോൾ അവൻ മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട്. മോളെവിടെ? ഉറങ്ങാൻ കിടത്തി. രാവിലെ എഴുന്നേൽപ്പിച്ച് മരുന്ന് കൊടുക്കാനുള്ളതാ. അവളും തിണ്ണയിലിരുന്നു. പിന്നെ ഒരു കൈലിയും ഷർട്ടും തോർത്തവൻ നൽകി. ബാത്റൂം പിറകില. ഇത് പാകാണെന്നൊന്നും അറിയില്ല, അച്ഛൻ്റെയാ. അവനത് വാങ്ങിയെങ്കിലും എഴുന്നേറ്റില്ല. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അങ്ങ് മലമുകളിൽ പൂർണ്ണചന്ദ്രൻ. ആരോ വാരിയെറിഞ്ഞ പോലെ അങ്ങിങ്ങായി നക്ഷത്രങ്ങൾ. മനോഹരമായ രാത്രി. അടുത്തുള്ള വീടുകളിലൊന്നും ഇപ്പോൾ ലൈറ്റില്ല. ഉറങ്ങിക്കാണണം. ഇത്രയും ദൂരെയുള്ള ഹോസ്പിറ്റൽ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? ജിതിൻ ചോദിച്ചു. ബുദ്ധിമുട്ട് തന്നെയാണ്, വേറെ വഴിയില്ല. ആദ്യം ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കാണിച്ച്, പിന്നെ മെഡിക്കൽ കോളേജിൽ. അപ്പോഴാ കുരുവിളങ്കിള് ദൈവത്തെ പോലെ വന്ന് അവിടുത്തെ ചിലവ് മുഴുവൻ നോക്കുന്ന അങ്കിളാ. അല്ലാതെ തേയില ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഞാനെങ്ങനെയാണ് മോളുടെ ചികിത്സക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നത്? താൻ ജനിച്ചോളുന്ന ഇവിടെയാണോ? ജനിച്ചിവിടെയാണ്. അച്ഛന് ചെറിയ കടയുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ നാടകം തലക്ക് പിടിച്ച അച്ഛന് അത്യാവശ്യം നല്ലൊരു സമിതിയിൽ ചാൻസ് കിട്ടിയപ്പോൾ ഇവിടെ എല്ലാവരും താമസം മാറി. കുരുവിള ഡോക്ടറുടെ അയൽപക്കത്ത് ഒരു വാടക വീട്ടിലായിരുന്നു. പിന്നീട് ഞാൻ വളർന്നു പഠിച്ചൊക്കെ അവിടെ തന്നെയാണ്. അച്ഛൻ്റെ മരണശേഷം പിന്നീട് എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചു. ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ഇവിടേക്ക് തന്നെ. നാട്ടുകാരുടെ സഹായം കൊണ്ട് തേയില ഫാക്ടറിയിൽ ജോലി കിട്ടി. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്നതിൽ സമാധാനിച്ചപ്പോഴാണ് മോൾക്ക് അസുഖം കൂടിയത്. അവളും നിശ്വസിച്ചു. പിന്നെ അവനെ നേരെ തിരിഞ്ഞിരുന്നു. ശരീരത്തിന് ക്ഷീണം കുറവുണ്ടോ? ഉണ്ട്. ഉപദേശിക്കുകയാണെന്നൊന്നും കരുതരുത്. അതിനുള്ള യോഗ്യത എനിക്കില്ല. എന്നാലും കുടിച്ചു മരിക്കുക എന്നുള്ള തീരുമാനം മാറ്റണം. നേരത്തെ പറഞ്ഞില്ലേ ചത്താൽ കരയാൻ ആരുമില്ല എന്ന്. അത് തെറ്റാ. ഈ ഭൂമിയിൽ നമ്മുടെ വേർപാട് സങ്കടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. ഇനി അഥവാ ഇതുവരെ ഉണ്ടായില്ലെങ്കിൽ ഇനിയും വന്നേക്കാം. അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആരുമില്ലാതിരിക്കുന്നതന്നെ തുളസി നല്ലത്. അതൊക്കെ വെറും തോന്നല. അല്ല, അനുഭവങ്ങൾ. അവൻ എഴുന്നേറ്റ്. ഞാൻ കുളിക്കട്ടെ, താൻ ഉറങ്ങിക്കോ. യാത്രാക്ഷീണം ഉണ്ടാവില്ലേ? കുഴപ്പമില്ല. പിന്നെ കുളിമുറിയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കണം. കുറച്ച് ദിവസം ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് നിറയെ കരിയിലകളായിരിക്കും. ചിലപ്പോൾ പാമ്പുണ്ടാവും. ജിതിൻ മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് തെളിയിച്ചുകൊണ്ട് വീടിന് പുറകിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും തുളസി ഹാളിൽ പായ വിരിക്കുകയായിരുന്നു. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, ഞാൻ മോളെ ഇങ്ങോട്ട് മാറ്റി കിടത്താം. എന്തിന്? നിങ്ങൾ ആ റൂമിൽ കിടന്നോ? വേണ്ട, ഞാൻ ഉമ്മർത്ത് കിടന്നോളാം. ഈ തണുപ്പത്തോ? നല്ല കാര്യമായി. ശരി, എങ്കിലും ഇവിടെ കിടക്കാം. തുളസി റൂമിലേക്ക് പോയിക്കോ. നിങ്ങൾ നിലത്തിയെടുത്താന്ന് വെച്ചാൽ ഇവിടെ വേറെ സൗകര്യമൊന്നുമില്ല. താനതോർത്ത് ടെൻഷൻ അടിക്കണ്ട, എനിക്ക് ഓക്കെയാണ്. പോയി കിടന്നു. ഒരു പുതപ്പവന് നൽകി ആൾ റൂമിന്റെ വാതിൽക്കിലെത്തി. താങ്ക്സ് കേട്ടോ. എന്തിന്? ഞങ്ങളിവിടെ എത്തിച്ചേന്. ചുരുക്കം ചിലർ മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ. ഞാനും അങ്ങനെ ആരെയും സഹായിക്കാറില്ല. നിങ്ങളുടെ കൂടെ വന്ന മനസ്സിലാ. പക്ഷേ മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളുടെ കളിയും ചിരിയും സംസാരമല്ല. അവൻ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് പായിലേക്ക് ഇരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എൻ്റെതായ ലോകത്ത് ഒതുങ്ങിക്കൂടിയായിരുന്നു. ഇന്ന് ഞാൻ മനസ്സുറന്നൊന്ന് ചിരിച്ച്. അതിന് കാരണം ദൈവമോളാ. ഞാനാണ് താങ്ക്സ് പറയേണ്ടത് തുളസി. ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു അല്ലേ? അതെ. ഡോക്ടറിനെ കുറിച്ചെല്ലാം പറഞ്ഞോ? ഇല്ല, പേര് ജിതിനെന്നാണെന്നും ആ ഹോസ്പിറ്റൽ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു എന്ന് മാത്രം. വെറുതെ അല്ല, എന്നോട് ഭയമില്ലാതെ സംസാരിക്കുന്നു, വീട്ടിൽ കയറി താമസിപ്പിക്കുന്നു. അതെന്താ? നിങ്ങൾ കള്ളനും കൊലപാതകമൊന്നുമല്ലല്ലോ. അതിനേക്കാളൊക്കെ വലുത്. മധ്യലയിലൊരു പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചവനാണ് ഞാൻ. അങ്ങനെ ഒരാൾ തനിച്ച് താമസിക്കുന്ന വീടിനകത്ത് ഒരു പെണ്ണും കയറ്റില്ല. തുളസി ഷോക്ക് ഏറ്റ പോലെ ഞെട്ടി വരച്ചുകൊണ്ട് അവനെ നോക്കി. പോയി കിടന്നു, കഥ കുറ്റിട്ടേക്ക്. ഞാൻ രാവിലെ എഴുന്നേറ്റ് പോകും കേട്ടോ. ദൈവമോളോട് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. അവൻ കിടന്ന് പുതപ്പ് വലിച്ച് കഴുത്തറ്റും മൂടി. തുളസി പതിയെ റൂമിൽ കയറി വാതിൽ ചാരി. ദൈവമോൾ നല്ല ഉറക്കമായിരുന്നു. അവളെ ഒന്നുകൂടി പുതപ്പിച്ച ശേഷം തുളസി അരികിൽ കിടന്നു. പക്ഷെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വിശപ്പറിഞ്ഞ് ഭക്ഷണം വാങ്ങി തന്ന് തന്നെയും കുഞ്ഞിനെ ഇവിടെ എത്തിച്ച ആ ചെറുപ്പക്കാരനായിരുന്നു മനസ്സ് നിറയെ അവൻ്റെ വാക്കുകൾ. മദ്യലഹരിയിലൊരു പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചവനാ ഞാൻ. അവൾ അസ്വസ്ഥതയോടെ തിരിഞ്ഞു മറിഞ്ഞും കിടന്നുകൊണ്ടിരുന്നു. ക്വാറിയിലെ ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലെത്തിയ ജിതിൻ മുറ്റത്ത് നിൽക്കുന്ന ഡോക്ടർ കുരുവിളയെ കണ്ട് അന്തം വിട്ടു. സാറെന്തെവിടെ? പറയാം, നീ കഥ കുറക്ക്. അവൻ പോക്കറ്റിൽ നിന്നും കീയെടുത്ത് വീടിന്റെ വാതിൽ തുറന്നു. കുരുവിള ഷൂസ് അഴിച്ചു വെച്ച് അകത്ത് കയറി. എന്തുവാടേ ഇത്?
പശുത്തൊഴുത്തിന് ഇതിലും വൃത്തി ഉണ്ടാവുമല്ലോ. ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് കുരുവിള പറഞ്ഞു. ഇങ്ങനെയൊക്കെ മതി സാറേ, അടുക്കി വൃത്തിയാക്കി വെച്ചിട്ട് ആരെ കാണിക്കാനാ? ഈ ഏരിയയിൽ ഇതുപോലൊരു വീട് നിനക്ക് സംഘടിപ്പിച്ചെന്ന എന്നെ തല്ലണം. ഓവ് വാടക കൊടുത്ത് മുടിഞ്ഞു. ഞാൻ അടുത്ത മാസം മിക്കവാറും ഭായിമാരുടെ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറും. നടക്കില്ല മോനെ. കുരുവിള കസേരയിലിരുന്നു. നീ എങ്ങോട്ടും മാറുന്നില്ല. എല്ലാം നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്തൊരു മനുഷ്യനാടോ. ആ പെണ്ണിനെ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പുലർച്ചെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു വാക്ക് പോലും അവളോട് പറഞ്ഞില്ലല്ലേ? ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എഴുതിയിട്ടാ. തുളസി പറഞ്ഞിരുന്നു അവൾ മാറി കൊടുക്കാൻ തന്ന ഡ്രസ്സ് പോലും കഴുകി വിരിച്ചിട്ടാണ് നീ പോയതെന്ന്. അതല്ലേ സാറേ മര്യാദ? ആ കുട്ടിയുടെ അച്ഛൻ്റെ ഡ്രസ്സാണത്. നീ ഇങ്ങ് വന്നേ. ജിതിൻ കുരുവിളയുടെ അടുത്ത് ചെന്നിരുന്നു. അയാൾ സ്നേഹത്തോടെ അവൻ്റെ കവിളിൽ തലോടി. ഹോസ്പിറ്റലിൽ മറ്റൊരു സ്റ്റാഫിനോട് തോന്നാത്ത അടുപ്പ് നിന്നോട് തോന്നുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാ. യാതൊരു തെറ്റും ചെയ്യാത്ത നീ ഇങ്ങനെ സ്വയം നശിക്കുന്ന കാണുമ്പോഴുള്ള സങ്കടം, അത് മാത്രമേ എനിക്കുള്ളൂ. അവൻ മിണ്ടിയില്ല. അതൊക്കെ വിട്, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആഞ്ജനേയപുരത്തേക്ക് പോകാനാണെങ്കിൽ പറ്റൂല സാറേ. അത്രയും ദൂരം വണ്ടി ഓടിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല. വേണ്ട എടാ, തുളസിയെയും കുഞ്ഞിനെയും നാട്ടിലെവിടെയും കൊണ്ടുവന്ന് നിർത്താനാ ഞാൻ ആലോചിക്കുന്നത്. അത് നല്ല തീരുമാനമല്ലേ സാറേ? ഇവിടെ ആകുമ്പോൾ ഹോസ്പിറ്റൽ അടുത്താണല്ലോ. അതെ, പറ്റിയൊരു വീട് നോക്കണം. ആ കോർണറിൽ വീട് കാലിയാണ്. ഞാൻ ഓണറോടൊന്ന് ചോദിക്കട്ടെ? അതിനേക്കാൾ നല്ല ഇവിടെയല്ലേ? ജിതിൻ അയാളെ നോക്കി, പിന്നെ തലയാട്ടി. ആ, എപ്പോഴാണ് അവർ വരുന്നത് പറഞ്ഞാൽ മതി, ഞാൻ മാറിക്കോളാം. എന്തിന്? ചേടാ, ഇത് സാറിൻ്റെ കൂട്ടുകാരൻ്റെ വീടല്ലേ. ഞാനിവിടെ വാടക താമസിക്കുന്നു. ഇപ്പം എന്നേക്കാൾ തുളസിയും കുഞ്ഞിനായത് ആവശ്യം. എനിക്ക് എവിടെ വേണമെങ്കിലും പോയി കിടക്കാമല്ലോ. എടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ച്. അവരിവിടെ നിന്റെ കൂടെ. കുരുവിള പാതിയിൽ നിർത്തി. ജിതിൻ അയാൾ ഉറ്റുനോക്കി, പിന്നെ പൊട്ടിച്ചിരിച്ചു തുടങ്ങി. കൊള്ളാം, കുറുക്കൻ്റെ കയ്യിൽ കോഴിയെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന പോലെ. എൻ്റെ പൊന്നു സാറേ, ആ കുട്ടിക്കുണ്ടാകുന്ന ചീത്ത പേര് ചത്താലും പോവില്ല. എൻ്റെ കൂടെ നിർത്തണം പോലും. സാറിന് തലക്കെന്താ ഓളാണോ? സ്റ്റോപ്പിച്ച്! കുരുവിള ശബ്ദമുയർത്തി. നിന്നോട് അവളെ കെട്ടാനെന്നല്ല ഞാൻ പറഞ്ഞ്. ഒരു വാടക വീട് സംഘടിപ്പിക്കാൻ എനിക്കൊരു പ്രയാസമില്ല. പക്ഷേ വേറെ ആരും സഹായത്തിനില്ലാത്തൊരു പെണ്ണാ അത്. ആ കുഞ്ഞിന് വല്ല വയ്യായികം വന്ന ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എത്തിക്കണം. ഒരു പെണ്ണ് തനിച്ച് താമസിക്കുമ്പോൾ നേടേണ്ടിരുന്ന പല പ്രശ്നങ്ങളുണ്ട്. നിനക്ക് ഊഹിക്കാലോ അതൊക്കെ. അതിന് ഇതാണ് സാറേ വഴി. വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. അതൊരു പാവല്ലേ. വേണ്ട സാർ, അവരിവിടെ താമസിച്ചോട്ടെ, ഞാൻ മാറിക്കോളാം. എടാ, ഇവിടെ 2 റൂമില്ലേ? ഒരെണ്ണം അവൾ കൊടുത്താൽ മതി. തൽക്കാലത്തേക്കാണ്ട. ഹോസ്പിറ്റലിൻ്റെ പിറകിലെ ഡോക്ടർ മഹേഷിൻ്റെ വീട് അടുത്ത മാസം കിട്ടും. പുള്ളി തിരുവനന്തപുരത്തേക്ക് പോവാ. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എനിക്ക് അവളെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഇവിടെ നീയേ ഉള്ളൂ. ജിതിൻ അസ്വസ്ഥതയോടെ തലയുറിഞ്ഞു. കുരുവിളയോട് പറ്റില്ലെന്ന് പറയാൻ അവന് കഴിയുമായിരുന്നില്ല. ശരി, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താടാ? എൻ്റെ ശീലങ്ങളൊന്നും മാറ്റാൻ എനിക്ക് പറ്റില്ല. എനിക്ക് രാത്രി ഉറങ്ങണേ 2 അടിക്കണം. അന്ന് സാറ് പറഞ്ഞേ പിന്നെ ഞാൻ അളവ് കുറച്ചു. പൂർണ്ണമായിട്ട് നിർത്താനൊന്നും എനിക്കിതുവരെ പറ്റിയിട്ടില്ല. എന്തേലും കാണിക്ക്. എനിക്കിപ്പോൾ അവരുടെ സേഫ്റ്റിയാണ് പ്രധാനം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ? എന്താടാ? ഈ തുളസി ശരിക്കും സാറിൻ്റെ കൂട്ടുകാരൻ്റെ മോള് തന്നെയാണോ? അതല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആരും അറിയാത്ത മോളാണോ? സാറാണെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ ഹോസ്പിറ്റലുകളിലും സർജറി അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെന്നപ്പോൾ ഒരു കയ്യബദ്ധം. ഒറ്റ ചവിട്ടെന്നാന്ന് ഞാൻ ഓടയി കിടക്കും. കുരുവിള കാലുയർത്തി. ദേഷ്യമുള്ള സാറേ, ഇത്രയും എഫേർട്ട് എടുക്കുന്ന കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവില്ലേ? കുരുവിള കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അതും ശരിയാ. എൻ്റെ കെട്ടിയോളും ഇതേ ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങളുടെ മോളൊന്നല്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ അവൾക്ക് വേണ്ടി ടെൻഷൻ അടിക്കുന്നതെന്ന്. ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയാടാ, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. വാസു, തുളസിയുടെ അച്ഛൻ. കുട്ടിക്കാലം മുതലുള്ള പരിചയമൊന്നും ഞാനും അവരും തമ്മിലില്ല. എൻ്റെ അയൽപക്കത്ത് താമസിക്കാൻ വന്ന ഒരു നാടകക്കാരനും അയാളുടെ ഭാര്യയും മോളും. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാധാരണ നാട്ടിൻപുറത്തുകാരൻ. ഒരു ദിവസം രാത്രി തുളസിക്ക് നല്ല പനി. വാസു നേരെ അവളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ യൂറോളജിസ്റ്റാണ്. കൊച്ചിനെ അടുത്തുള്ള ഹോസ്പിറ്റൽ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും അവൻ കേട്ടില്ല. എന്തായാലും പഠിച്ചിട്ട് ഡോക്ടറായതല്ലേ, ഇതൊക്കെ അറിയാതിരിക്കില്ല. അയൽപക്കത്തിലൊരു ഡോക്ടർ ഉണ്ടാകുമ്പോൾ എന്തിനും ഹോസ്പിറ്റലിൽ പോകണമെന്നായിരുന്നു അവൻ്റെ ചോദ്യം. പഴയ ഓർമ്മയിൽ കുരുവിളവും ചിരിച്ചു. അന്ന് തുടങ്ങിയ കൂട്ടാ. എന്നോട് വല്ലാത്തൊരു അടുപ്പായിരുന്നു അവന്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും പങ്കുവെക്കും. അസാധ്യ കഴിവുള്ളൊരു നടൻ. അവൻ്റെ നാടകങ്ങൾ ഒന്നും വിടാതെ ഞാൻ കാണാൻ പോയി തുടങ്ങി. ചില രാത്രികൾ എൻ്റെ വീടിൻ്റെ ടെറസിൽ അവൻ എനിക്ക് വേണ്ടി ഓരോ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കും. തുളസി അതുപോലെ തന്നെ. ഓരോ കുഞ്ഞു സംശയങ്ങളായിട്ട് എൻ്റെ വായനാമുറിയിൽ അവളുടെ സാന്നിധ്യം ഉണ്ടാവും. നന്നായി പഠിക്കുന്ന പാട്ട് പാടുന്നൊരു കുട്ടി. അവളെ എന്നെപ്പോലെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു വാസുവിൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളും ദൈവത്തിൻ്റെ തീരുമാനങ്ങളും പലപ്പോഴും വ്യത്യസ്തമായിരിക്കുമല്ലോ. കുരുവിളം വിശ്വസിച്ചു. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം വാസുവിനെ തളർത്തിയെങ്കിലും മോളെ പഠിപ്പിച്ചൊരു കരപറ്റിക്കാൻ അവൻ പോരാട്ടം തുടർന്നു. അഭിനയത്തിലുള്ള അവാർഡുകൾ കുറേ കിട്ടിയപ്പോൾ സുഹൃത്തുക്കളുടെ എണ്ണവും കൂടി. അതുപോലെ തന്നെ മദ്യപാനവും പതിവായി.
അതുവരെ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം കഴിച്ചിരുന്ന. പക്ഷേ ഈ നാറുകൾ കൊണ്ടുപോയി കുടിപ്പിക്കും. ഉപദേശിച്ച് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ തുളസിയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചു തുടങ്ങി. അവൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു. നഴ്സിംഗ് പഠിച്ച് പൂർത്തിയാക്കി ജോലി ചെയ്യാനിറങ്ങുമ്പോൾ വാസു അവളെ പിടിച്ച് കെട്ടിച്ചു. തുളസി നേഴ്സാണോ? ജിതിൻ ആശ്ചര്യത്തോടെ അയാളെ നോക്കി. പക്ഷേ എന്ത് കാര്യം? അവൾക്കത് ഉപകാരപ്പെട്ടില്ല. വാസുവിൻ്റെ കള്ളുടി ഗ്യാങ്ങിൽ ഒരുത്തൻ്റെ റിലേറ്റീവായിരുന്നു സതീശൻ. ഒരു പ്രൈവറ്റ് കമ്പനിയിലെ മാനേജർ. അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ആദ്യ ഭാര്യ മരിച്ചു. ഒരു പെൺകുഞ്ഞുണ്ട്. ഞാൻ വാസുവിനോട് കാല് പിടിച്ച് പറഞ്ഞാൽ വേണ്ടെന്ന്. അവൻ കേട്ടില്ല. എൻ്റെ കൂട്ടുകാർ ഒത്തിരി മാറിയിരുന്നു. മകളാ വീട്ടിൽ രാജകുമാരിയെ പോലെ കഴിയുന്ന വിശ്വാസം. തുളസിയുടെ എതിർപ്പുള്ള അവനെ അവഗണിച്ച് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവളെ സതീശനോട് കെട്ടിച്ചു. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ദൈവമോള്? ജിതിൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതെ, സതീഷിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞാ. ജനിച്ചുകൊണ്ട് അമ്മ നഷ്ടപ്പെട്ട അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ. അതുമാത്രമായിരുന്നു സതീഷിന് വേണ്ടിയിരുന്നത്. കാരണം പ്രണയിച്ച ആൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുന്ന ഒരുത്തനായിരുന്നു സതീഷ്. ഒരിക്കലും തുളസി അവൻ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. പക്ഷേ അവൾ ഭയങ്കര ബഹുമാനമായിരുന്നു. അവളും കുഞ്ഞിന് വേണ്ടി ജീവിച്ചു തുടങ്ങി. പതിയെ ദൈവമോൾ മാത്രമായി തുളസിയുടെ ലോകം. അമിതമായ മദ്യപാനം കാരണം അസുഖബാധിതനായിട്ട് വാസു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു മകനെ പോലെ പരിചരിച്ച് മുഴുവൻ സതീഷായിരുന്നു. മകളെ നല്ലൊരുത്തിനെ ഏൽപ്പിച്ച ആശ്വാസത്തോടെ വാസു മരണത്തിന് കീഴടങ്ങി. കുരുവിള കുറച്ചു നേരം നിശബ്ദനായി. വിധി എന്നിട്ടും തുളസിയെ വെറുതെ വിട്ടില്ല. വാസു മരിച്ച് 1.5 വർഷം തികയുമ്പോഴാണ് സതീഷും. കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ഒരു ബിസിനസ് ആവശ്യത്തിന് ഒമാനിച്ചെന്നതാ. അവിടെയുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിൽ അവൻ പോയി. പിന്നെ നടന്നൊക്കെ ക്ലീഷേ സ്റ്റോറീസ്. എന്നും വില്ലൻ സ്വത്തും പണമാണല്ലോ. സതീഷിൻ്റെ സമ്പാദ്യം നഷ്ടപ്പെടുമെന്ന പേടിയായിരുന്നു അവൻ്റെ പെങ്ങന്മാർക്ക്. തുളസി ആർക്കും ബാധ്യതാവാതെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പ്രശ്നങ്ങൾ എന്നിട്ടും തീർന്നില്ല. സതീഷിൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഒരുത്തനുണ്ട്, പ്രമോദ്. അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ ഉള്ള ഒരു നാറി. അവന് സ്വത്ത് മാത്രം പോരാ, തുളസിയും വേണം. കുരുവിള അരിശത്തോടെ കൈ ചുരുട്ടി ടേബിളിലിടിച്ചു. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഞാൻ ഒത്തിരി നിർബന്ധിച്ച. പക്ഷേ തുളസി സമ്മതിച്ചില്ല. സതീഷിൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ കുഞ്ഞാണുള്ള ദേവ്. അതുകൊണ്ട് തന്നെ ലീഗലി തുളസിക്ക് അവകാശമില്ല. പ്രമോദ് വിചാരിച്ച കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ പറ്റിയേക്കും. മരിച്ച ഭർത്താവിൻ്റെ സ്വത്ത് സ്വാഭാവികമായിട്ടും അവൾക്കും കുഞ്ഞിനും ഉള്ളതാണ്. കുഞ്ഞിനെ വിട്ടിട്ടിയ സ്വത്തെല്ലാം പെങ്ങന്മാർക്ക് കൊടുക്കാമെന്ന് അവൾ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴും പ്രമോദിൻ്റെ ശല്യം ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ട്. അതാ അവൾ ആഞ്ജനേയപുരത്ത് തന്നെ താമസിക്കുന്നത്. ഇനിയെങ്കിലും സമാധാനം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ ഇല്ല. ദൈവമോളുടെ അസുഖത്തിൻ്റെ രൂപത്തിൽ വീണ്ടും വിധി ക്രൂരത കാണിച്ചു. ജിതിൻ കേട്ടിരിക്കുകയാണ്. അവൻ്റെ മനസ്സിൽ തുളസിയുടെ രൂപം തെളിഞ്ഞു. മറ്റുള്ളവർക്ക് കെട്ടിയതായെന്ന് തോന്നുന്ന സങ്കടങ്ങളുടെ വലിയൊരു കടൽ ഉള്ളിൽ ഒളിപ്പിച്ചാണ് അവളെന്ന് തന്നോട് പെരുമാറിയത്. ഒറ്റപ്പെടലിൻ്റെ വേദന എന്താണെന്ന് തനിക്കറിയാം. കുരുവിള എഴുന്നേറ്റു. ഇവിടെ അവളെ നിർത്തണമെന്ന് ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. പക്ഷേ ആ കുഞ്ഞിനെയും തുളസി എനിക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇന്നത്തെ കാല സഹായിക്കുന്നവർ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ അനുസരിക്കുക. എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല സർ. മനസ്സിലായി? കുരുവിള പുഞ്ചിരിച്ചു. അതൊന്നും ഒരു പ്രശ്നമല്ലടാ. ആളുകൾ എന്നും പറഞ്ഞോട്ടെ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റില്ല. സത്യം അറിയുന്ന ദൈവം കൂടെ ഉണ്ടല്ലോ, അത് മതി. മറ്റന്നാൾ ദൈവമോളെയും കൊണ്ട് തുളസി ഹോസ്പിറ്റലിൽ എത്തും. നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട്, നിനക്ക് വേണ്ടിയില്ലെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി. കുരുവിള പുറത്തേക്ക് ഇറങ്ങി. പിന്നാലെ ജിതിനു. എൻ്റെ കസിൻ്റെ മകൻ മലേഷ്യയിലുണ്ട്. ഞാൻ അവിടെ നിനക്കൊരു ജോലി സെറ്റാക്കി തരട്ടെ. ഇവിടുന്ന് ഒന്ന് മാറി നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ. കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അയാൾ അവനെ നോക്കി. ഈ പൊരിവയിലത്തിങ്ങനെ നീ കോറി കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യാത്തോണ്ടാണ്. വേണ്ട സാർ, ഇത് ഞാൻ എനിക്ക് വിധിച്ച ശിക്ഷയാണ്. പിന്നെ എനിക്ക് ഈ വിധി എന്ന ദൈവത്തോടുള്ള പ്രതിഷേധവും. ഈ ജന്മം ഇങ്ങനെ പോട്ടെ. രക്ഷപ്പെടാൻ താല്പര്യമില്ല. അവൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. എനിക്ക് ഇന്ന് ഈ ലോകത്ത് ബഹുമാനമുള്ള വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ. അതിലൊന്നാവും സാറ, പിന്നെ റിസപ്ഷനിലെ ഹേമ ചേച്ചി, അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഭായിമാർ. നിങ്ങൾ മാത്രമേ എന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നോ പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എൻ്റെ അവസ്ഥ കൂടി സാറ് ചിന്തിക്കണം. ഇനിയൊരു പറച്ചുകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, എല്ലാം നിൻ്റെ ഇഷ്ടം. ഒന്ന് ചിരിച്ചിട്ട് കുരുവിളക്കാർ മുന്നോട്ടെടുത്തു. ഇതാണോ അങ്കിളുടെ വീട്? ദേവമോൾ മുറ്റത്തുനിന്ന് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, മോൾക്ക് ഇഷ്ടമായോ? ജിതിൻ അവരുടെ ബാഗുകൾ ഉമ്മർത്തി വെച്ച്. ഒത്തിരി നല്ല ഭംഗിയുണ്ട്. ദേവ് മുറ്റത്തിന്റെ അരികിൽ നിന്ന ജമന്തി ചെടിയുടെ പൂവിൽ തലോടി. തുളസി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ജിതിൻ ഡോർ തുറന്നു. പിന്നെ ബാഗുകളെടുത്ത് അകത്തേക്ക് നടന്നു. പിന്നാലെ ദേവു. ഇതാണ് മോളുടെ അമ്മയുടെ മുറി. അവൻ ബാഗുകൾ മേശപ്പുറത്ത് വെച്ച് അവളെ ബെഡിലേക്ക് എടുത്തിരുത്തി. മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എന്തെങ്കിലും മതിയെങ്കിലേ. ഞാൻ പോയി കഴിക്കാൻ വാങ്ങി വരാം. അവൾ തലയാട്ടി. മോൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? പക്ഷെ അമ്മ വഴക്കു പറയും. ഒരെണ്ണം കഴിക്കാം. അമ്മയെ ഞാൻ സമ്മതിച്ചാ പോരെ. അവൾ സന്തോഷത്തോടെ തലയാട്ടി. ജിതിൻ അലമാര തുറന്ന് ഒരു ടെഡി ബിയർ എടുത്ത് അവൾക്ക് നൽകി. എനിക്കാണ് ഇത്? അതെ. ആ മിഴികൾ വിടർന്നു. അവൾ ജിതിന്റെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് കവിളിൽ ഒരു ഉമ്മ വെച്ചു. അവനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല.
ദൈവീകമായൊരു സ്പർശനം പോലെ അവന്റെ ശരീരത്തിലൂടെ വല്ലാത്തൊരനുഭൂതി പടർന്നു കയറി. എന്തിനോ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കുഞ്ഞിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വേഗം മുറിവിട്ടിറങ്ങി. തുളസി ഉമ്മറത്ത് മൂകയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി, ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ? അവന്റെ ചോദ്യം കേട്ടവൾ തിരിഞ്ഞു. ഏയ് അതല്ല, വെറുതെ ഓരോന്ന് ഓർക്കുകയായിരുന്നു. ആർക്കും ബാധ്യതയാവരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് നടന്നില്ല. ഞാൻ കാരണം എനിക്കെന്താ കുഴപ്പം? ജിതിൻ കുറച്ച് അകലം വിട്ടിരുന്നു. നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ആരും നിങ്ങളെ ഇറക്കി വിടില്ല. പിന്നെയും കുറച്ചു നേരം മൗനം. അകത്ത് ദൈവമോൾ തനിച്ചെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അന്നെന്താ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചൊന്നും ചോദിക്കാഞ്ഞത്? എന്തിന്? ഞാനങ്ങനെ ആരുടെയും പേഴ്സണൽ കാര്യങ്ങളൊന്നും തലയിടാറില്ല. പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നിയിട്ട് ഒരാൾ പറയുമ്പോൾ മാത്രം കേൾക്കും. പിന്നെ ഇപ്പോൾ ഡോക്ടർ സാർ പറഞ്ഞിട്ടെല്ലാം അറിയാം. ഇനി അതേപറ്റി ചോദിച്ചിട്ട് തന്നെ വിഷമിപ്പിക്കാൻ വയ്യ. ആൾ ജിതിനെ ഉറ്റുനോക്കി. കുരുവിളാങ്കലിന് ശേഷം കണ്ണുകളിൽ കാമത്തിന് പകരം കരുണയുള്ള ഒരാളെ കാണുന്നത് ഇപ്പോഴാ. ഈ നിങ്ങളാണോ ഒരു പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത്? ഒരിക്കലുമില്ല. അത് തനിക്ക് എങ്ങനെ അറിയാം? നമ്മളിത് രണ്ടാമത്തെ തവണയല്ലേ കാണുന്നത്? മതിയല്ലോ, നിങ്ങളൊരു നല്ല മനുഷ്യനാ. ആയിരുന്നു, ഇപ്പം അല്ല. അവൻ എഴുന്നേറ്റു. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. പിന്നെ എൻ്റെ ബൈക്ക് എടുക്കണം. ബൈക്ക് ഹോസ്പിറ്റൽ പാർക്ക് ചെയ്തിട്ട് ജിതിൻ തുളസിയെയും മോളെയും കൊണ്ട് ഓട്ടോയിലാണ് വന്ന്. ഭക്ഷണം ഞാൻ ഉണ്ടാക്കിയാൽ പോരെ? ഇവിടെ അതിന് സാധനങ്ങളൊന്നും ഇരിപ്പില്ല. ഇന്നെന്തായാലും പുറത്തുനിന്ന് വാങ്ങാം. വേറെ എന്തെങ്കിലും ജോലി? ആളുടെ ഉള്ളിൽ എന്താണെന്ന് ജിതിന് മനസ്സിലായി. എടോ, ഇവിടെ എൻ്റെ ഔദാര്യത്തിനൊന്നല്ല താൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് ഭക്ഷണത്തിൻ്റെ കടം വീട്ടാന്നൊരു ചിന്തിക്കണ്ട. തന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, കുരുവിള ഡോക്ടർ, പുള്ളിയാ സ്പോൺസർ. ഞാനിവിടെ തനിക്കൊരു തുണ മാത്രം. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ എടുത്തുകളാ. അവൻ മുണ്ട് മടക്കി കുത്തി റോഡിലേക്ക് നടന്നു. രാത്രി തിരിച്ചു വരുമ്പോൾ അവൻ്റെ കയ്യിൽ രണ്ടുപേർക്കുമുള്ള ഭക്ഷണമുണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീമും. ദേവമോളുടെ സന്തോഷം കണ്ടപ്പോൾ തുളസി എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ? വേണ്ട, കഴിച്ചിട്ട് വന്നു. ഇത് നിങ്ങൾ രണ്ടാൾക്കുള്ള. അവൻ വേദമോളുടെ കവിളിൽ തലോടി. ഭക്ഷണം കഴിച്ചിട്ട് ഐസ്ക്രീം തൊടാവും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്കിളിന് വേണ്ടേ? വേണ്ട, എനിക്കൊരു മരുന്ന് കുടിക്കാനുണ്ട്. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ടാവൻ തൻ്റെ മുറിയിലേക്ക് ചെന്ന് വാതിൽ ചാരി കട്ടിലിനടിയിൽ ഒളിപ്പിച്ച മദ്യക്കുപ്പിയെടുത്ത് പതിവ് പോലെ കുടിക്കാൻ തുടങ്ങി. മൊബൈലിൽ പഴയ മലയാളം പാട്ടുകൾ കേട്ടുകൊണ്ട് മൂന്നാമത്തെ പെഗ് ഗ്ലാസ്സിലൊഴിക്കുമ്പോഴാണ് കഥകൾ തട്ടുന്ന ശബ്ദം കേട്ടത്. ദൈവമായിരിക്കുമെന്ന് കരുതി അവൻ പെട്ടെന്ന് കുപ്പിയും ഗ്ലാസ് ഒളിപ്പിച്ചു. പക്ഷെ വാതിൽ കുറച്ചു തുറന്ന് തുളസി തല അകത്തേക്ക് നീട്ടി. വാടോ, അവൻ ക്ഷണിച്ചു. അവൾ പതി അകത്ത് കയറി. കഴിച്ചോ? മോളോ, ടി വിയുടെ മുമ്പിൽ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ടി വി ഒന്നും ഇല്ലല്ലോ. അതെൻ്റെ ഒന്നുമില്ല, ഹൗസ് ഓണറുടെയാ. ഞാൻ വല്ലപ്പോഴും ഇച്ചിരി നേരം കാണും. രണ്ടെണ്ണം അടിച്ച് വാർത്താ ചാനലുകളിലെ ചർച്ചയാണ്. നല്ല മൂടാ. രാഷ്ട്രീയക്കാർ പരസ്പരം തെറി വിളിക്കുമ്പോൾ അടിച്ചതിൻ്റെ കിക്ക് കൂടും. അവൻ വീണ്ടും മധ്യ ഗ്ലാസ് എടുത്തു. സോറി കേട്ടോ, ശീലങ്ങൾ മാറ്റി വരുന്നേ ഉള്ളൂ. എനിക്ക് വേണ്ടി ഒന്നും മാറ്റണ്ട. കുരുവിളങ്ങൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ യാതൊരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. പിന്നെ എന്തിനിങ്ങനെ സ്വയം നശിക്കണം? എൻ്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. കുറ്റപ്പെടുത്തിയത് ഒറ്റപ്പെടുത്തിയൊക്കെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെന്ന് ഓർക്കുമ്പോൾ മനസ്സിലൊരു നീറ്റൽ പഠനം തുളസി. അതില്ലാതാക്കാൻ വേണ്ടിയാ കുടിച്ചു തുടങ്ങിയത്. എന്തിനേയും അടിമപ്പെടുത്തുന്ന സുഖം. അവൻ ഗ്ലാസ്സിൽ ചുണ്ടോടി എടുത്തു. താൻ ഉറങ്ങിക്കും. ഞാൻ രാവിലെ പണിക്ക് പോകും മുമ്പ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കാം. വൈകിട്ട് ഞാൻ വരുന്നവരെ ഡോർ വർക്കുണ്ടാവും. അതോ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. നമ്പറുണ്ടല്ലോ. കോറിയിൽ നിന്ന് ഇവിടേക്ക് 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. തലവേദനയുടെ ഗുളിക വല്ലതും ഉണ്ടോ? അത് ചോദിക്കാൻ ഇങ്ങോട്ട് വന്ന്. ജിതിൻ മേശവലിപ്പ് തുറന്ന് ഒരു സ്ട്രിപ്പ് മെഡിസിൻ അവൾക്ക് നൽകി. രാത്രി ഞാൻ ഈ മുറിയുടെ ഡോറ് ലോക്ക് ചെയ്യാറില്ല. മോൾക്ക് വയ്യായിക തോന്നിയാ വന്ന് കുലുക്കി വിളിച്ചോ. അതിന് മടിയൊന്നും തോന്നണ്ട. തുളസി തലയാട്ടി. പിന്നെ ഡോറിന് നേരെ നടന്നു. അന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന്. നിങ്ങൾ നശിക്കുന്ന ആള് വിഷമിപ്പിക്കും. അതാരും ആവാം. അത്രയും പറഞ്ഞ ശേഷം അവൾ പുറത്തിറങ്ങി വാതിൽ ചാരി. ജിതിൻ ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം ഒറ്റവലി കുടിച്ച് ബെഡിലേക്ക് ചാഞ്ഞു. സ്നേഹിക്കുന്ന ഒരാളോ? അതാരാണ്? അങ്ങനെ ആരെങ്കിലും തനിക്കുണ്ടോ? ഓർമ്മകളിൽ പരതുമ്പോൾ ചുറ്റും നിന്ന് പരിഹസിക്കുന്ന ഒരുപാട് മുഖങ്ങൾ തെളിയുന്നുണ്ട്. അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. മുത്തശ്ശിക്ക് ജയേട്ടനോട് എന്തോ പറയാനുണ്ടെന്ന്. രാവിലെ കുളിച്ചെരിങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്ന ജയദേവൻ വിജയുടെ ശബ്ദം കേട്ട് മുഖമുയർത്തി നോക്കി. എന്താ? അയാൾ ഗൗരവഭാവത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല. എന്തായാലും വൈകുന്നേരം സംസാരിക്കാം. ഇപ്പൊ എനിക്ക് സമയമില്ല. വയ്യാതെ കിടക്കുന്ന ആളിലെ ജയേട്ടാ, ഒരു 2 മിനിറ്റ് ലേറ്റ് ആയാലെന്താ? കനത്തിലൊന്ന് മൂളിക്കൊണ്ട് ജയദേവൻ എഴുന്നേറ്റ് കൈ കഴുകി. പിന്നെ അകത്തെ മുറിയിലേക്ക് നടന്നു. അവിടെ മുത്തശ്ശി കിടക്കുന്നുണ്ടായിരുന്നു. പ്രായത്തിന്റെ ആവശ്യതകൾ കാരണം അവർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. കുഴമ്പിന്റെയും മരുന്നുകളുടെയും മണമുള്ള അവിടം ജയദേവന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ വാക്കിൽ നിന്നുള്ള 1-2 വാക്കിൽ സംസാരം ഒതുങ്ങി. തെറ്റാണെന്ന് അയാൾക്കും അറിയാം. തന്റെ സ്വഭാവം പണ്ടത്തേൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. തുലാവർഷം ആർത്തലച്ച് പെയ്യുന്ന ഒരു ഉച്ചനേരത്ത് ഉമ്മറത്തെ പായിൽ വെള്ളപുതപ്പിച്ച് കിടത്തിയ ശരീരങ്ങൾക്കടുത്ത് 2 ആൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടുന്ന മുത്തശ്ശിയുടെ അവ്യക്തമായ രൂപം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. കഴുത്തിനു മീതെ കടം കയറിയപ്പോൾ മക്കളെ ഓർക്കാതെ ഒരേ സാരിത്തുമ്പിൽ അവസാനിപ്പിച്ച അച്ഛനും അമ്മയും. അന്ന് മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
പാടത്തും പറമ്പത്തും അവർ കഷ്ടപ്പെടുന്ന കണ്ട കൗമാരക്കാരൻ ഒരു പ്രതിജ്ഞ എടുത്തു. എന്ത് ചെയ്തിട്ടായാലും മുത്തശ്ശിക്കും അനിയനും നല്ലൊരു ജീവിതം ഉണ്ടാക്കുമെന്ന്. പിന്നീട് അതിനുള്ള പോരാട്ടമായിരുന്നു. പല പല ജോലികൾ, അതോടൊപ്പം ഉറക്കമൊഴിച്ചുള്ള പഠനം. ശരീരം പലപ്പോഴും തളർന്നെങ്കിലും മനസ്സ് തോൽക്കാൻ കൂട്ടാക്കിയില്ല. അച്ഛനുണ്ടാക്കിയ കടങ്ങൾ, വീട്ടു ചിലവ്, അനിയന്റെയും തന്റെയും പഠനം, കഠിനാധ്വാനം എല്ലാത്തിനും വഴി കണ്ടെത്താൻ സഹായിച്ചു. മുതിർന്നപ്പോൾ കിട്ടിയ ജോലികൾ പലതിലും സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഉപേക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്ന് വില്ലേജ് ഓഫീസർ തസ്തികയിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നു. ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായ ഭാര്യ. 13-ാം വയസ്സ് മുതൽ തുടങ്ങിയ ഓട്ടം തന്നെ ഒത്തിരി മാറ്റിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഇന്ന് അയാൾക്കുണ്ട്. പക്ഷെ ഒന്നും പഴയ പോലെ ആവില്ല. പട്ടാളച്ചിട്ട് ശീലിച്ചു പോയി. കാൽപ്പെരുമാറ്റം കേട്ട് മുത്തശ്ശി കണ്ണുകൾ പണിപ്പെട്ട് തുറന്ന് ജയദേവനെ നോക്കി. നീ വന്നോ ജയ? തളർന്ന ശബ്ദം. എന്തിനാ കാണുന്നു പറഞ്ഞ്? ഞാൻ കുറച്ചു ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു. അയാൾ സൗമ്യതയോട് ചോദിച്ചു. സാരമില്ല, തിരക്കാണെന്ന് വിജിമോള് പറഞ്ഞായിരുന്നു. അവരൊന്ന് ചുമച്ചു. വേറൊന്നല്ല, ജിതിന്റെ കാര്യം സംസാരിക്കാനാ. ജയദേവൻ ചോദ്യഭാഗത്തിൽ അവരെ നോക്കി. ജയ, എനിക്കിനി അധിക നാളുണ്ടാവുമെന്ന് തോന്നണില്ല. ജിതിന് നീയും വിജിയും അച്ഛനും അമ്മയും, അവനൊരു കുടുംബമൊക്കെ വേണ്ടേ? ഇതൊക്കെ ഞാൻ അവനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി. കേൾക്കണ്ടേ? പോരായിട്ട് അവൻ്റെ ജോലി പാടിക്കാൻ വിട്ട കുഴപ്പമാണെന്ന്. ഒടുക്കിയപ്പോൾ ആംബുലൻസ് ഡ്രൈവർ. ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് പോലും പെണ്ണ് കിട്ടുന്നില്ല. പിന്നെ ഇവര്. അയാൾ കട്ടിലിരുന്നു. എനിക്കോ ദൈവം ഒരു കുഞ്ഞിനെ തന്നില്ല. അവനെങ്കിലും ആ ഭാഗ്യം ഉണ്ടായിക്കാണാൻ ആഗ്രഹിച്ചിട്ടാ പലയിടത്തും പെണ്ണന്വേഷിച്ച് നോക്കി. എന്ത് കാര്യം? അവൻ ഒഴിഞ്ഞു മാറും. എന്നാൽ അവനെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവളുടെ ജാതിയോ മതമോ ഒന്നും പ്രശ്നമില്ല. അതിനവന് പറ്റില്ല. കിട്ടുന്ന കാശ് ലോകം ചുറ്റി തീർക്കണം. അത്രേ അവനുള്ളൂ. ജയദേവന്റെ സ്വരത്തിലെ ദേഷ്യവും സങ്കടവും നിരാശയും എല്ലാം കലർന്നിരുന്നു. കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുട്ടികളില്ലാത്തതിന്റെ വേദനയേക്കാൾ താൻ മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയ അനിയൻ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജിതിനും സർക്കാർ ജോലി നേടണമെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. പക്ഷെ അവൻ കൊതിച്ച ഡ്രൈവറാവാൻ, അതും ആംബുലൻസിന്റെ. ഒഴിവ് ദിനങ്ങളിൽ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോയി ആഘോഷിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും ബിയർ കഴിക്കുന്ന ശീലവും തുടങ്ങിയെന്ന് ഒരു പരിചയക്കാരൻ വഴി അറിഞ്ഞിരുന്നു. ജയദേവന് കുടിയും പുകവലിയൊന്നുമില്ല. ജോലിയായിരുന്നു അയാൾക്ക് ലഹരി. മുത്തശ്ശി വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഇന്ന് രാത്രി അവനോട് ഒരിക്കൽ കൂടി സംസാരിക്കാം. എന്തായാലും ഇങ്ങനെ കയറിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജയദേവൻ വാച്ചിൽ നോക്കി. ഞാൻ പോട്ടെ, നേരം വൈകി. അയാൾ എഴുന്നേറ്റു. പിന്നെ കമ്പിളി കൊണ്ട് മുത്തശ്ശിയെ കഴുത്തോളം പുതപ്പിച്ച് പുറത്തേക്ക് നടന്നു. വിജി ലഞ്ച് ബോക്സുമായി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി എന്ത് പറഞ്ഞു ചേട്ടാ? ജിതിനെ പറ്റി തന്നെ, അല്ലാണ്ടെന്ത്? അവനെ അവന്റെ വഴിക്ക് വിട്ടൂടെ? എന്തിനാ നിർബന്ധിക്കുന്നേ? തോന്നിയ പോലെ നടക്കുന്നതാണ് വിജയ് സ്വാതന്ത്ര്യം. എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടേ? ഇന്ന് വരെ അവൻ പണിയെടുത്തുണ്ടാക്കുന്ന 1 രൂപ ഞാൻ ചോദിച്ചിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. പക്ഷെ നിനക്കറിയോ, അവന്റെ സമ്പാദ്യം വട്ടപൂജ. ഈ കാശൊക്കെ എന്തുവഴിക്ക് അവൻ ചെലവഴിക്കുന്നത്? അങ്ങനെ പറയത് ചേട്ടാ. ഇവിടേക്ക് ആവശ്യമുള്ളൊക്കെ അവൻ വാങ്ങാറുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ മരുന്ന് അവന് തന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ആംബുലൻസ് ഡ്രൈവർ കിട്ടുന്ന എത്രയാണെന്ന് ഊഹിച്ചുകൂടെ? അവനോട് ഞാൻ പറഞ്ഞു ആംബുലൻസ് ഡ്രൈവർ അവൻ. ജയേട്ടന് ഇഷ്ടമുള്ള ജോലി ജയേട്ടൻ ചെയ്യുന്നു. അതുപോലെയല്ലേ അവനും? തർക്കിക്കാനൊന്നും ഞാനില്ല വിജി. എന്തായാലും ഞാൻ അവൻ്റെ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി കാണും. ഇവിടെ വെച്ച് അങ്ങനെ ഒരു പതിവില്ലല്ലോ. ജയദേവന് ഉറക്കം പിടിച്ചു കഴിഞ്ഞാലേ പലപ്പോഴും ജിതിൻ വീട്ടിലെത്താറുള്ളൂ. പേടി തന്നെയാണ് കാരണം. ഏട്ടന് തന്നോട് സ്നേഹമുണ്ടെന്ന് അവനറിയാം. ചെറുപ്പം തൊട്ട് ഓരോ കാര്യങ്ങളും ചെയ്തെന്ന് ഏട്ടനാണ്. പക്ഷേ വളരും തോറും ഏട്ടൻ ശരിക്കും അച്ഛൻ തന്നെയായി മാറുകയായിരുന്നു. പെട്ടെന്ന് ദേഷ്യപ്പെടും, വഴക്ക് പറയും. ജയദേവന്റെ അച്ചടക്കം നിറഞ്ഞ ജീവിതവുമായി അവന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞതേയില്ല. അതുകൊണ്ട് തന്നെ ഏട്ടന്റെ മുന്നിൽ പെടാതിരിക്കാൻ അവൻ ശ്രമിച്ചു തുടങ്ങി. വിജി രണ്ടാൾക്കുമിടയിൽ ഒരു പാലമായി മാറി. ചേട്ടാ, പറ്റുമെങ്കിൽ നേരത്തെ വരാമോ? എന്തിനാ? അത് പറഞ്ഞോ, മറ്റന്നാൾ സ്കൂളിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ട് ടൂർ വന്ന് എനിക്ക് അത്യാവശ്യം 2 ഡ്രസ്സ് എടുക്കണം. എനിക്ക് സമയമില്ല വിജി, കുറെ പണിയുണ്ട്. നീ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൂട്ടിയിട്ട് പോക്കോ, അല്ലെങ്കിൽ ജിതിനെ വിളിക്ക്. അയാൾ പുറത്തേക്ക് നടന്ന് എൻ്റെ കാറിൽ കയറി. കൂട്ടുകാരൻ ഷിൻഡോയുടെ അനിയത്തിയുടെ ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു ജിതിൻ. പാട്ടും ഡാൻസും ബഹളവും നടക്കുന്ന സ്ഥലത്തു നിന്നും മാറി അവൻ പുഴയിലേക്ക് നോക്കിയിരുന്നു. എന്തു പറ്റിയോ? ഷിൻഡോ അവിടേക്ക് എത്തി. എന്തൊരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ല. ജിതിൻ ചിരിക്കാൻ ശ്രമിച്ചു. അതല്ല, വന്നോട്ട് ഞാൻ ശ്രദ്ധിക്കുക. നിനക്കെന്തോ പ്രശ്നമുണ്ട്? പറയണ, നമുക്ക് വഴിയുണ്ടാക്കാന്നേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ആലോചിച്ച്. ഇതുപിടി. ഷിൻഡോ ഒരു കുപ്പി ബിയർ അവന് നേരെ നീട്ടി. ഏയ് എനിക്ക് വേണ്ടടാ. എടാ, നിന്റെ ഏട്ടൻ തിരുവനന്തപുരത്തോ മറ്റോ പോയതല്ലേ? ഇന്നിവിടെ കൂടുന്ന ഏഴത്തിയമ്മയോടും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ? എന്നാലും വേണ്ടടാ. അന്ന് സുമേഷേൻ്റെ കല്യാണത്തിൽ ബിയർ അടിച്ച് വീട്ടിലിറങ്ങിട്ട് ഭയങ്കര സീനായി. ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അളിയാ, നീ കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ. ദേ ആ പിള്ളേരെ നോക്കിയേ, ഓടിക്കാ കയറ്റുന്നു. പോത്ത് പോലെ വളർന്ന് നീ വർഷത്തിൽ 1-2 ബിയർ അടിക്കുന്ന പോലെ ക്രൈം ഒന്നല്ല. നീ അടിക്കടാ, എന്നിട്ട് മുഴയിക്കവാ. ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ജിതിൻ ബിയർ ബോട്ടിൽ വാങ്ങി. ആരോ വിളിക്കുന്നതായിട്ട് ഷിൻഡോ തിരക്കുകൾക്കിടയിലേക്ക് ഓടി. അവൻ പതിയെ ബിയർ കുടിച്ച് തുടങ്ങി. ഏട്ടന് ദേഷ്യപ്പെടുന്ന മുഖമായിരുന്നു മനസ്സറിയെ. കൂട്ടുകാരാണോ നിനക്ക് വലുത്? സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഏട്ടൻ അക്ഷരാർത്ഥത്തിൽ അലറുകയായിരുന്നു. അതിനു മാത്രം എന്ത് തെറ്റുതാൻ ചെയ്തെന്ന് അവന് മനസ്സിലായില്ല. ഷിൻഡോയുടെ അനിയത്തിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. രാത്രി വീട്ടിൽ വരില്ലെന്ന് പറഞ്ഞു.
എല്ലാവർക്കും ആദ്യം വീട് കുടുംബവും അതിനുശേഷം മറ്റുള്ളൂ. നിനക്കാണെങ്കിൽ നേരെ തിരിച്ചു. എടാ എനിക്ക് വൈകുന്നേരത്തെ ട്രെയിന് പോകണം. നാളെ രാത്രി തിരിച്ചു വരൂ. ഇവിടെ 2 പെണ്ണുങ്ങൾ തനിച്ചാ. മുത്തശ്ശി വയ്യാണ്ട് കിടക്കുന്നു. രാത്രി എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഈ അവസ്ഥയിൽ നിനക്ക് ഫ്രണ്ട്സിന്റെ കൂടെ കൂത്താടി നടക്കണം അല്ലേ? എനിക്കൊണ്ട് കൂട്ടുകാർ എന്ന് വെച്ചാൽ ഞാൻ നട്ടപ്പാതിക്ക് അവരുടെ കൂടെ പോകുന്ന എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഞാനതിന് സ്ഥിരമായിട്ട് പോകാറൊന്നുമില്ലല്ലോ. എതിർത്ത് പറയുന്നത് കരുതിയെങ്കിലും സാധിച്ചില്ല. ഏട്ടെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ചെറിയ കുഞ്ഞൊന്നുമല്ല. എന്ത് ചെയ്താലും കുറ്റം. മടുത്തു. എടാ മതി നിർത്ത്. വിജിയുടെ കയറി നിന്റെ റൂമിലേക്ക് പോ. അവനനുസരിച്ചു. നീ ഒരുത്തിയാ ഇവനെ വഷളാക്കുന്നത്. പിന്നിൽ നിന്ന് ഏട്ടന്റെ ശബ്ദം. നാളെ വല്ല പോലീസ് കേസുമാക്കി വന്നാലും നീ എന്നെ സപ്പോർട്ട് ചെയ്യണം. ചേട്ട ഒന്ന് നിർത്ത്. അവൻ പോയിക്കോട്ടെ. ഇവിടെ ഞാനുണ്ടല്ലോ. വെറുതെ ഒച്ചണ്ടാക്കി മുത്തശ്ശിയെ വിഷപ്പിക്കണോ? ജിതിൻ മുറിയിൽ കയറി ഡോർ വലിച്ചടച്ചു. അവന് ഉറക്കി അലറി വിളിക്കാൻ തോന്നി. എന്തിനാണ് ഈ വയസ്സിലും ചങ്ങലക്കിട്ട പോലെ ഒരു ജീവിതം? ഏട്ടൻ എന്നും തന്നെ ജോലിയെ പുച്ഛമാണ്. പക്ഷേ മരണത്തിന്റെ കയ്യിൽ നിന്ന് ഓരോരോ ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവർ രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ കിട്ടുന്ന സന്തോഷം, അവരുടെ ബന്ധുക്കൾ കൂപ്പ് കൈകളോടെ നന്ദി പറയുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ആനന്ദം, ഇതൊന്നും എന്തുകൊണ്ട് ഏട്ടന് മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരുമായിരുന്നില്ലെന്ന ചിന്തയിൽ അവന്റെ ഉള്ളം വിങ്ങിപ്പൊട്ടി. ആരോ വാതിൽ തട്ടുന്ന കേട്ടപ്പോൾ അവൻ പോയി വാതിൽ തുറന്നു. വിജിയായിരുന്നു. വിഷമിക്കണ്ട, നീ പൊക്കോ. വേണ്ട. എടാ ഏട്ടൻ സമ്മതിച്ചു. നിനക്ക് മൂപ്പന്റെ സ്വഭാവം അറിയാനോ? നീ പോയി നാളെ രാവിലെ വന്നാൽ മതി. ഞാൻ വിനോദിനെ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിജിയുടെ അനിയനാണ് വിനോദ്. എന്റെ മൂഡ് പോയി എടുത്തി. എന്തിനാ ഇന്നും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? നിന്നേക്കാൾ വയസ്സിന് മൂത്ത ആളില്ലടാ. വിട്ടുകളാ. നിനക്ക് ആശയവല്ലോ വേണം? വേണ്ട. നാളെ വരുമ്പോഴേ മുത്തശ്ശിയുടെ കുഴമ്പ് വാങ്ങാൻ മറക്കരുത്. അവൾ തിരികെ നടന്നു. ഇനിയൊരു കുപ്പി ബിയർ തീർന്നില്ലേ? ഷിൻഡോയുടെ ചോദ്യം കേട്ട് ജിതിൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു. നീ ഓക്കെ ആണോടാ? അതെ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. എന്നോ നമുക്ക് ഫുഡ് കഴിക്കാം. ഷിൻഡോ അവന്റെ തോളിലൂടെ കൈയിട്ടു. ഭക്ഷണം കഴിക്കുമ്പോഴും അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഏട്ടൻ പറഞ്ഞ പോലെ മുത്തശ്ശിക്ക് രാത്രി എന്തെങ്കിലും വയ്യായിക വന്നാൽ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തു. അവൻ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റു. ഷിൻഡോ ഞാൻ പോട്ടെടാ. നീ ഇന്നിവിടെ നിൽക്കാന്ന് പറഞ്ഞില്ലടാ? ഷിൻഡോ അമ്പരുന്നു. വേണ്ട, പോണം. എന്നൊന്ന് കൊണ്ടുവിടാൻ ആരെങ്കിലും പറ. വഴിയിൽ പോലീസുകാർ ചോദിച്ചാൽ പണി കിട്ടും. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ യാസീനോട് പറയാം. ആ വെള്ളടിച്ചിട്ടില്ല. 10 മിനിറ്റിനുള്ളിൽ ജിതിൻ യാസീന്റെ ബൈക്കിന് പുറകിൽ കയറി യാത്ര തിരിച്ചു. ഇവിടെ മതി. വീടിനടുത്തെത്തിയപ്പോൾ അവൻ യാസീനെ തോണ്ടി. അത് അത്തേക്കറ്റണ്ടേ? വേണ്ട, ഏടത്തിയുടെ ആങ്ങളെ വന്നിട്ടുണ്ടാവും. അങ്ങേരുടെ ഉപദേശം കൂടി കേൾക്കാൻ വയ്യ. ജിതിൻ ബൈക്കിൽ നിന്നിറങ്ങി. യാസീൻ പോയ ശേഷം അവൻ പതിയെ വീട്ടിലേക്ക് നടന്നു. ലൈറ്റെല്ലാം ഓഫാണ്. എല്ലാവരും ഉറങ്ങിക്കാണും. പോക്കറ്റിൽ നിന്ന് സ്പെയർ കീ എടുത്ത് വാതിൽ വളരെ മെല്ലെ തുറന്ന് അകത്ത് കയറി. പിന്നെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു. നല്ല ഉറക്കമാണ്. തന്റെ റൂമിലേക്ക് കയറാതിരിക്കുന്നതിനിടെയാണ് എന്തോ ശബ്ദം കേട്ട്. പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരം. ഏട്ടനില്ലല്ലോ, പിന്നാരാ? ഏടത്തിയുടെ അനിയനാണോ? മുറ്റത്ത് ബൈക്കൊന്നും കണ്ടുമില്ല. നീ കള്ളന്മാരോ മറ്റോ? ആരോ നടന്നു വരുന്ന പോലെ തോന്നിയപ്പോൾ അവൻ ഭിത്തിയോട് ചേർന്ന് നിന്നു. ജയദേവന്റെ മുറിയിൽ നിന്നും 2 നിഴൽ രൂപങ്ങൾ പുറത്തിറങ്ങി മെയിൻ ഡോറിന് നേരെ നടക്കുകയാണ്. അവിടെ എത്തി അവർ നിൽക്കുന്നു. ഉടനെ ജിതിൻ കൈയെത്തിച്ച് ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടു. മുന്നിൽ കണ്ട കാഴ്ചയിൽ അവന്റെ ഹൃദയം നിലച്ചുപോയി. വിജി, കൂടെ മറ്റൊരു പുരുഷൻ. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി അവനെ കണ്ടതും വിജിയുടെ മുഖം വിളറി വെളുത്തു. അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയും വിയർത്ത ശരീരവും അലക്ഷ്യമായി ധരിച്ച നൈറ്റ് ഡ്രസ്സും എന്താണ് സംഭവമെന്ന് പറയാതെ പറയുകയായിരുന്നു. കൂടെയുള്ള ആളെ ജിതിന് മനസ്സിലായി. അമീർ, വിജയുടെ സ്കൂളിലെ അധ്യാപകൻ. സ്റ്റുഡൻസ് ട്രിപ്പിന് മുമ്പ് വിജിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമീറിനെ വിജി അവന് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു. മുന്നിൽ കാണുന്ന ഒരു ദുസ്വപ്നം മാത്രമായിരിക്കണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. അമീർ ഡോർ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഓടി. എന്നിട്ട് തുളസി ആകാംക്ഷ സഹിക്കാനാവാതെ ചോദിച്ചു. ഡോക്ടർ കുരുവിളയുടെ കൺസൾട്ടിംഗ് റൂമിലായിരുന്നു അവൾ. ജിതിന്റെ ജീവിതത്തിൽ ഉണ്ടായ ദുരനുഭവങ്ങൾ വിവരിക്കുകയാണ് കുരുവിള. എന്നിട്ടെന്താ? ആദ്യം വിജി കുറെ ഉരുണ്ട് കളിച്ചു. ഒടുക്കാൻ കുറ്റസമ്മതം. കാമുകനെ വീട്ടിൽ വിളിച്ചേറ്റാൻ അവനെ ഒഴിവാക്കിയിരുന്നു അവള്. നട്ടപ്പാതിരിക്ക് അവൻ കയറിയെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. 1 വർഷത്തോളായി അവളും അമീർ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട്. അവരുടെ ഭർത്താവ് അത്ര കുഴപ്പക്കാരനൊന്നുമല്ലെന്നല്ലേ അങ്കിള് പറഞ്ഞ്? ചില ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെയാ. വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടായാലും വല്ലവരുടേതിൽ നിന്നും കൈയിട്ട് വാരിയിലെ തൃപ്തിയാവും. ജയദേവൻ നല്ലൊരു ഭർത്താവാ. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. പക്ഷെ ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുണ്ടാവാത്ത വിജിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് അറിഞ്ഞിട്ടും അവളൊരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. പക്ഷെ അവളുടെ കണ്ണിൽ പഞ്ചാര വാക്കുകൾ പറയുന്ന, നന്നായി പാടുന്ന തന്റെ ഭർത്താവിനേക്കാൾ ചെറുപ്പമായ അമീറായിരുന്നു ഉത്തമ പുരുഷൻ. കുരുവിള പുച്ഛത്തോടെ ചിരിച്ചു. ഇതൊക്കെ അറിഞ്ഞ ഏട്ടൻ തകർന്നു പോകുന്ന ജിതിൻ പേടിച്ചു. ഇനി ഒരിക്കലും ആവർത്തിക്കരുതെന്ന് വിജിക്ക് താക്കീത് നൽകി. അതുവരെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട ഏടത്തി ഇത്രയും തരം താഴ്ന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പുറത്താരോടും പറയാനും പറ്റില്ലല്ലോ. എല്ലാം ഉള്ളിലൊതുക്കാന്ന് അവൻ ഉറപ്പിച്ചതാ. പക്ഷെ ആ വൃത്തിയായിട്ടവൾ ചതിച്ചു. അയാളൊന്ന് നിർത്തി. എന്തെങ്കിലും ജിതിന്റെ വായിന്ന് ഇതേക്കുറിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ തനിക്കുണ്ടാവുന്ന മാനക്കേട് എത്ര വലുതായിരിക്കും അവൾക്കറിയാം. ഒരു അധ്യാപിക, അതും സത്യസന്ധയായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ,
സഹപ്രവർത്തകരായിട്ട് അവിധ ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നാൽ എന്താവും? അവളുടെ ദുഷ്ടബുദ്ധിയിൽ തോന്നിയ പോം വഴി ജിതിൻ പറയുന്ന ആരും വിശ്വസിക്കാത്ത രീതിയിലാക്കുക എന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ അവൾ തുടങ്ങി. ജിതിൻ രാത്രി ഒരുപാട് വൈകി വരുന്നത് മദ്യപിച്ച കാര്യം ആരും അറിയാതിരിക്കാനാണെന്ന് അവൾ ജയദേവനെ വിശ്വസിപ്പിച്ചു. അത്രയ്ക്ക് സ്നേഹിച്ച ഏടത്തിയെ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടതിനാൽ ഉറക്കം വരാതെ അവൻ ബിയർ കഴിക്കുന്ന പതിവാക്കിയെന്ന് സത്യമായിരുന്നു. 1-2 വട്ടം ജയദേവൻ അവൻ നേരിക്കണ്ടു. അതിന് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു. പിന്നെ അവളുടെ ശ്രമം മദ്യപിച്ച് അവൻ്റെ പെരുമാറ്റം മോശമാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു. ഭാര്യയുടെ ചതിയറിയാതെ ജയദേവൻ അത് വിശ്വസിക്കാൻ തുടങ്ങി. പുറത്തുനിന്നുള്ള ആരുമല്ല പറയുന്നത്. അയാളുടെ കണ്ണിൽ വിജി ജിതിനെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ആളാ. ഒടുക്ക അവളുടെ പരിശ്രമം വിജയിച്ചു. ജിതിന് മദ്യപിച്ചു വന്ന ഒരു രാത്രി അവൻ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന് കരഞ്ഞ് അഭിനയിച്ചു. അന്നായിരുന്നു അവൻ്റെ ജീവിതം നശിക്കാൻ തുടങ്ങിയത്. കുറച്ചു നേരം ആ റൂമിൽ നിശബ്ദം തളം കെട്ടി. ജയദേവൻ അത് സഹിക്കാൻ പറ്റിയില്ല. കേട്ടത് സത്യമാണോ എന്നൊന്നും അയാൾ അന്വേഷിച്ചുമില്ല. കാരണം അയാളുടെ മനസ്സിൽ അനിയൻ വഴിവഴച്ചൊരുത്തനായി മാറിയിരുന്നു. ജിതിനെ അന്ന് അയാൾ തല്ലിച്ചതച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവൻ കരഞ്ഞു പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. വലിയ ബഹളത്തിനൊടുവിൽ അവൻ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. എന്നിട്ട് ഏട്ടൻ്റെ ഭാര്യ ചെയ്ത ചതിയെപ്പറ്റി അവനൊരക്ഷരം മിണ്ടിയില്ല. കാരണം അച്ഛനും അമ്മയും പോയ ശേഷം തന്നെ വളർത്തിയ ഏട്ടനത് താങ്ങില്ലെന്ന തിരിച്ചറിവ് തന്നെ. ബഹളം കേട്ടുവന്ന അയൽക്കാർ വെറുപ്പോടെ തന്നെ നോക്കുന്നുണ്ട്. കുരിഞ്ഞ ശിരസ്സുമായിട്ട് അവൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു. തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന തുളസി അറിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ചെറുപ്പക്കാരൻ. അവനെയാണ് എല്ലാവരും ചേർന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചത്. ജിതിൻ്റെ നാട്ടിലെ ചിലർ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ വഴി വിഷയം എവിടെയും പരന്നു. പരിയാസാദ്രി കടന്നപ്പോൾ അവനെടുത്ത ജോലി മതിയാക്കി. കുരുവിള ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. നിനക്കറിയോ തുളസി, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷിൻഡോയുടെ പേരൻസ് ഒരിക്കൽ അവൻ്റെ മുഖത്ത് പോയി പറഞ്ഞു, ഇവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടിയുണ്ട്, നിന്നെ വീട്ടിൽ കയറ്റാൻ പേടിയാണെന്ന്. അന്ന് അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതോടെ സകല കൂട്ടുകാരെ ഒഴിവാക്കി ഇവിടെ അനാഥനെ പോലെ ജീവിക്കാൻ തുടങ്ങി. അതിനിടെ അവൻ്റെ മുത്തശ്ശി മരിച്ചു. അവസാനമായിട്ട് അവരെ ഒന്ന് കാണാൻ പോലും ജയദേവൻ അവനെ അനുവദിച്ചില്ല. അന്നു മുതൽ അവൻ മുഴുക്കുടിയനായി. ആരോഗ്യം ക്ഷയിച്ചു. നശിക്കുക എന്ന് മാത്രമായി ലക്ഷ്യം. നടന്നെല്ലാം ജയദേവനോട് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചതാ. പക്ഷെ അങ്ങനെ വല്ലതും ചെയ്താ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. എന്തായാലും തനിക്ക് ചീത്തപ്പേര് കിട്ടി. ഇനി അത് മാറിയിട്ട് പ്രയോജനമൊന്നുമില്ല. ഏട്ടനും എടുത്തിയ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നാ അവൻ പറഞ്ഞ്. അയാൾ ബോട്ടിൽ തുറന്ന് കുറച്ച് വെള്ളം കുടിച്ചു. ഞാനും ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഹേമയും പിന്നെ 1-2 നേഴ്സുമാരും മാത്രമാണ് ഇന്നും അവനെ വിശ്വസിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ അവൻ സ്വന്തം ഏട്ടൻ്റെ ഭാര്യയെ കയറി പിടിച്ച് ഒരുത്തനാ. അവനെ തിരുത്താനും പോയില്ല. ഈ ചീത്ത പേര് നിനക്കും കിട്ടുമെന്ന് പേടിച്ചിട്ടാ ആദ്യം നിന്നെയും മോളെയും കൂടെ താമസിപ്പിക്കാൻ അവൻ സമ്മതിക്കാഞ്ഞ്. പക്ഷെ ഈ 2 ആഴ്ച കൊണ്ട് അവൻ ഒത്തിരി മാറി. അത് സത്യമാണെന്ന് തുളസിക്കും അറിയാം. ആദ്യം കണ്ട ആളെയല്ല ജിതിൻ. മദ്യപാനം വളരെ കുറഞ്ഞു. പണി കഴിഞ്ഞ് നേരെ വീട്ടിലെത്തും. വരുമ്പോൾ ദേവമോൾ കഴിക്കാൻ എന്തെങ്കിലും കയ്യിലുണ്ടാവും. കുളി കഴിഞ്ഞ ഉടനെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകും. തിരിച്ചു വന്ന് അവൾക്ക് ഭക്ഷണവും മരുന്നെല്ലാം കൊടുക്കുന്നതും ജിതിൻ തന്നെ. ഇപ്പോഴും ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട ശേഷം മോളെയും കൊണ്ട് അടുത്തുള്ള പാർക്കിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട് തുളസി. കുരുവിളയുടെ ശബ്ദത്തിൽ വേദന നിറഞ്ഞു. മോളുടെ അവസ്ഥ നിന്നിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ബട്ട് അരുതാത്ത വല്ലതും സംഭവിച്ചാൽ നിനക്ക് മാത്രമല്ല, അവന് താങ്ങാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തുളസി കണ്ണുനീർ തുടച്ച്. അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ അതിജീവിക്കുന്നത് എനിക്കറിയില്ല. പണ്ടായിരുന്നെങ്കിൽ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. ഇപ്പം മറ്റൊരാളും കൂടി. ശാപം കിട്ടിയ ജന്മം എൻ്റേത്. സാരല്ല, വീഴ്ച നടക്കും. നമ്മൾ തയ്യാറായിരിക്കണം. വാതിൽ തള്ളി തുറന്ന് ജിതിനും ദേവുമോളും അകത്തേക്ക് വന്നു. അവളുടെ കയ്യിൽ കുറെ കളിപ്പാട്ടങ്ങൾ. ആഹാ, വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞുള്ള വരവാണല്ലോ. കുരുവിള കൊണ്ട് പൊട്ടിച്ചിരിച്ചു. അങ്കിള് വാങ്ങി തന്നതാ. ദേവു അഭിമാനത്തോടെ ജിതിന് നേരെ കൈ ചൂണ്ടി. എന്തിനാ വെറുതെ പൈസ കളയുന്നത്? തുളസി വിഷമത്തോടെ ചോദിച്ചു. എനിക്ക് സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാൻ ഭാര്യ മക്കളൊന്നുമില്ലല്ലോ. അവൻ കസേരയിലിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമല്ലേ. ഡാ, ഹരീഷ് ഡോക്ടർ എന്താടാ പറഞ്ഞേ? കുരുവിള പെട്ടെന്ന് വിഷയം മാറ്റി. ഇനി അടുത്ത തിങ്കളാഴ്ച വരണം. മരുന്ന് കൊടുക്കരുത്. അതുപോലെ ഇൻഫെക്ഷൻ ഒന്നും ആവാതെ നോക്കണം എന്നൊക്കെ. അപ്പൊ പ്രശ്നമാണല്ലോ ജിതിനെ. അയാൾ താടി ഉറിഞ്ഞു. തുളസിക്ക് നല്ല തൊണ്ടവേദനയും ബോഡി പെയിനും. പനി വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ വരാതിരിക്കാനാ സാറേ? 1 മിനിറ്റ് വീട്ടിൽ വെറുതെ ഇരിക്കില്ല. വീട്ടിൽ പണിയൊന്നുമില്ലെങ്കിൽ പറമ്പിലിറങ്ങി പണിയെടുക്കും. മിനിഞ്ഞാന്ന് കാലിൽ കുപ്പിച്ചിൽ ഇറച്ചു. എൻ്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന പോലെയാ തുളസിയുടെ പെരുമാറ്റം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അവൻ പരാതിപ്പെട്ടു. പിന്നെ മോളുടെ കാര്യം, അവൾ എൻ്റെ കൂടെ കിടന്നോട്ടെ. അപ്പൊ രാത്രി നിനക്ക് മരുന്ന് സേവിക്കണ്ടേടാ. കുരുവിള കണ്ണിറുക്കി ചിരിച്ചു. അതില്ലാതെ നിനക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. അത് സാറില്ല, അത് ഞാൻ സഹിച്ചോളാം. തുളസി, നീ മോളെയും കൊണ്ട് പുറത്തിരിക്കേ. എനിക്ക് എന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അവൾ തലയാട്ടി. പിന്നെ മോളുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. കുരുവിള ജീവനെ തന്നെ ഉറ്റുനോക്കിയാണ്. സാറെന്തെങ്കിലും നോക്കുന്നു? നിന്റെ മാറ്റം. എനിക്കെന്ത് മാറ്റം സാറേ? ഞാൻ പഴയ പോലെ തന്നെയാണ്.
ഇപ്പൊ നിങ്ങൾ മൂന്നിനെയും കണ്ട അച്ഛനും അമ്മയും മോളെന്നെ ആരും പറയൂ. എൻ്റെ ATM കാർഡ് നിനക്ക് എന്നിട്ട് നാള് കുറയായി. ഇന്ന് വരെ ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ തുളസിയോടെ എല്ലാം എൻ്റെ കാശിലാ ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നു. സമയത്ത് പെണ്ണിട്ടിരുന്നെങ്കിൽ ഇതുപോലെ ഒരുത്തിയൊരു കുഞ്ഞു കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ? അങ്ങനെ കെട്ടി സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരുത്തനായിരുന്നെങ്കിൽ ഇതുപോലെ ഓരോന്ന് എടുത്ത് തലയിൽ വെച്ച് തരാൻ സാറിന് പറ്റുമോ സാറേ? തലയിൽ വെക്കേണ്ട ബാധയാണോടാ നിനക്ക് തുളസി മോളും? ജിതിൻ കൈകൾ ടേബിൾ വെച്ച് മുന്നോട്ട് ആഞ്ഞിരുന്നു. സത്യം പറയാൻ സാറേ, ആദ്യം അങ്ങനെയാ തോന്നിയത്. രാത്രി തനിച്ചിരുന്ന് പാട്ടിയിട്ടുണ്ട് വെള്ളടിച്ച് ബോധം കെട്ടിറങ്ങുന്ന എൻ്റെ ജീവിതത്തിലേക്ക് സാറവരെ കൊണ്ടുവന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവമോള് കാണിക്കുന്ന സ്നേഹം ഞാൻ അതിനടിമപ്പെട്ടു പോയി. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ. അതാണ് പ്രശ്നം. അവിടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് നിനക്കറിയില്ലേ മോനെ? അറിയാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ചെയ്തു തരുമോ? എന്താടാ? അല്ല, എൻ്റെ ഹാർട്ട് കിട്ടിയ മോള് രക്ഷപ്പെടൂ. അങ്ങനെയാണെങ്കിൽ സാർ അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഞാനൊന്നും ജീവിച്ചിട്ടും ആർക്കും ഒരു ഉപകാരമില്ല, വെറും വേസ്റ്റ്. അവളങ്ങനെയല്ലല്ലോ, ജീവിതം ഒത്തിരി ബാക്കിയാ. തുളസിയുടെ ആകെയുള്ള പ്രതീക്ഷയാ ദൈവമോള്. പ്ലീസ് ഒന്ന് സഹായിച്ചൂടെ? കുരുവിള അലിവോടെ അവൻ്റെ കൈകൾ പിടിച്ചമർത്തി. ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും അത് ചെയ്യാൻ ഞാൻ ശ്രമിച്ചേനെ. പക്ഷെ അതിന് പറ്റില്ലടാ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർമാർ ദൈവമൊന്നല്ല, പഠിച്ചതും പരിശീലിച്ചതും ഉപയോഗിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഞങ്ങളും. ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ജിതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എത്ര നാളുണ്ടാവും സാർ? അറിയില്ല. കുരുവിള ചുമരിലെ യേശു ക്രിസ്തുവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി. എല്ലാം അവൻ്റെ തീരുമാനം പോലെ നടക്കും. ജിതിൻ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവിടെ ചെയറിൽ തുളസിയും ദൈവമോളും ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് മുഖഭാവം മാറ്റി കുഞ്ഞിനെ വാരിയെടുത്ത്. നമുക്ക് പോവാം. അങ്കില് കരഞ്ഞോ? ഇല്ലല്ലോ. കള്ളം പറഞ്ഞ ദൈവം കോപിക്കൂട്ടോ. ജിതിൻ അവളുടെ കുഞ്ഞു കവളിൽ ഉമ്മ വെച്ചു. അത് കരഞ്ഞാലും മോളെ, കണ്ണിലെന്തോ വീണുപോയതാ. ദൈവം അവന്റെ കൺപോളകൾ മുകളിലേക്ക് വരുത്തി കണ്ണിലൂതി. ഇപ്പൊ മാറിയോ? ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ജിതിൻ ചിരിക്കാൻ ശ്രമിച്ചു. മാറിയല്ലോ, ദൈവമോള് സൂപ്പറാ. അവൻ കളിപ്പാട്ടങ്ങൾ അടങ്ങിയ കവറെടുത്ത് തുളസിയെ നോക്കി. പോവാം. അവളൊന്ന് മൂളി. പുറത്തിറങ്ങി ജിതിൻ്റെ കൂടെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അവളുടെ മനസ്സും പിടയുകയായിരുന്നു. പണ്ട് ദൈവമോളെ കുറിച്ചുള്ള ആദ്യം മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ജിതിൻ്റെ ഭൂതകാലം കൂടിയാണ് അലട്ടുന്നത്. ഒരു പെണ്ണ്, അതും സ്വന്തം ഏടത്തിയമ്മ കാരണം തകർക്കപ്പെട്ട അവൻ്റെ ജീവിതം. എന്നിട്ടും അവരുടെ പൊയ്മുഖം വലിച്ചു കീറാവാൻ മെനക്കെട്ടില്ല. പകരം മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു വൃത്തികെട്ടവനായി നിന്നുകൊടുത്തു, ഏട്ടനെ വിഷമിപ്പിക്കാതിരിക്കാൻ. ഇങ്ങനെയും മനുഷ്യരോ? ആൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മിററിലൂടെ ജിതിൻ തന്റെ കലങ്ങിയ മിഴികൾ ശ്രദ്ധിക്കുന്നെന്ന് മനസ്സിലാക്കിയതോടെ തുളസി നോട്ടം മാറ്റി. കയ്യിലൊരു പാത്രമായി ജിതിൻ മുറിയിൽ പ്രവേശിച്ചപ്പോൾ തുളസി കിടക്കുകയായിരുന്നു. അവനെ കണ്ടതും അവൾ പതിയെ എഴുന്നേറ്റ് ചാരിയിരുന്നു. കഞ്ഞി കുടിക്കുക. ഞാനുണ്ടാക്കുമായിരുന്നല്ലോ. എഴുന്നേറ്റ് നടക്കണ ത്രാണില്ലാത്ത ആളാണോ ഫുഡ് ഉണ്ടാക്കുന്നത്? നേരത്തെ തലയിറങ്ങി വീഴാൻ പോയതൊക്കെ മറന്നോ? തുളസിക്ക് ചമ്മൽ തോന്നി. സന്ധ്യക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് തലയിറക്കം അനുഭവപ്പെട്ടത്. ജിതിൻ കണ്ടുകൊണ്ട് വീണില്ല. അവളെ പിടിച്ചു കിടത്തിയത് അവനാണ്. നാളെ കുറവില് ഹോസ്പിറ്റലിൽ പോവാം. ജിതിൻ കട്ടിലിൽ നിന്ന് കുറച്ച് ചമ്മന്തി കഞ്ഞിയിലിട്ടു. പിന്നെ സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് കോരിയെടുത്ത് അവളുടെ നേരെ നീട്ടി. അവൾ അറിയാതെ വാ തുറന്നു. മോള് ഫുഡ് മരുന്നെല്ലാം കഴിച്ചു. ഇപ്പൊ അവിടെ നിന്ന് കളിക്കുക. രാത്രി ജിതിനേട്ടന് ബുദ്ധിമുട്ടാവോ? ഏയ്, അത് കുഴപ്പമില്ല. ഒന്ന് ചോദിച്ചാ എന്നെ വഴക്കൊന്നും പറയരുത് കേട്ടോ. എന്താ? ഒരിക്കലെങ്കിലും ഏട്ടനെ സത്യം അറിയിക്കണം തോന്നിയിട്ടില്ലേ? ഇല്ല. അവൻ കഞ്ഞി അവൾ കൊടുത്തുകൊണ്ട് ചിരിച്ചു. അതുകൊണ്ട് എന്ത് ലാഭം? ഞാൻ അനുഭവിച്ച വേദന അപമാനം ഇല്ലാതാവോ? ഏട്ടൻ്റെ കുടുംബജീവിതം നശിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ആ സ്ത്രീ എപ്പോഴും ഏട്ടനെ വഞ്ചിക്കുകയാണെങ്കിൽ ജിതിനേട്ടൻ കാണിച്ച മണ്ടത്തരാവില്ലേ? അങ്ങനെ അല്ലെങ്കിലോ? അന്നത്തോടെ ഭയന്ന് ഏട്ടത്തെല്ലാം നിർത്തിയെങ്കിൽ? പ്ലേറ്റിൽ അവശേഷിച്ച കഞ്ഞിയും ജിതിൻ അവളെ കൊണ്ട് കുടിപ്പിച്ചു. എനിക്ക് ഏട്ടത്തിയോട് പ്രതികാരം ചെയ്യാനൊന്നും പറ്റില്ല തുളസി. ഏട്ടൻ്റെ ഭാര്യയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന അന്നു മുതൽ അവരെ ഞാൻ അമ്മയുടെ സ്ഥാനത്താണ് കണ്ടത്. അവർക്കൊരു തെറ്റുപറ്റിയതാവും, സാരമില്ല. ഇനി തുളസി പറഞ്ഞ പോലെ ഇപ്പോഴും ഏട്ടനെ വഞ്ചിക്കുകയാണെങ്കിൽ അതെന്തെങ്കിലും ഏട്ടൻ നേരിട്ടറിയും. ഞാനും അത്ര നല്ലവനൊന്നല്ലല്ലോ. സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും ത്യജിച്ച് എന്നെ ഒരു കുറവ് അറിയിക്കാതെ വളർത്തിയ ആളാണ് ഏട്ടൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും ഞാൻ തെറ്റിച്ചു. ഏട്ടൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടന്നും കള്ളുടിച്ചൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷെ അന്ന് ചിന്തിച്ച് വെറും ബിയറല്ലേ, അതിന് നിന്നെങ്ങനെ വഴക്ക് പറയുന്നത് എന്താ? ഒന്നും തോന്നരുത് ജിതിനേട്ടാ, ബിയറും അമൃതൊന്നല്ല, അതും മദ്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതം തകരുണ്ടായ കാരണം മദ്യമോ? അത് ആ സ്ത്രീ ഏട്ടനോട് കള്ളം പറയുന്ന സമയത്ത് നിങ്ങൾ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ ഏട്ടൻ ഒരിക്കലും അവരെ വിശ്വസിക്കില്ല. അവരെ കാണുമ്പോൾ നിങ്ങൾ അദ്ദേഹം കാണുന്ന, പക്ഷെ മദ്യം മനുഷ്യനെ ചെകുത്താനാക്കുന്ന അദ്ദേഹത്തിന് അറിയാം. ലഹരി ഉപയോഗിച്ച് സ്വന്തം അമ്മയും മകളെയും വരെ പീഡിപ്പിക്കുന്ന വാർത്തകൾ നമ്മൾ കാണുന്നല്ലേ. എന്നിട്ട് ഇന്നും നിങ്ങൾക്ക് മദ്യമായിട്ടാ കൂട്ട്. ഈ ജന്മം ഇങ്ങനെ പോട്ടെ തുളസി, അടുത്ത ജന്മത്തിൽ ശരിയാക്കാം. അവൻ എഴുന്നേറ്റ് പുറത്തു പോയി. കുറച്ചു കഴിഞ്ഞ് വരുമ്പോൾ കയ്യിലൊരു നനഞ്ഞ തുണിയുണ്ടായിരുന്നു. അനുവാദമൊന്നും ചോദിക്കാതെ അവന് തുളസിയുടെ നെറ്റിൽ വെച്ച് പിന്നെ പാരസെറ്റാമോൾ ടാബ്ലറ്റും വെള്ളവും അവൾക്ക് നൽകി. കിടന്നു.
അവൾ അനുസരിച്ചു. ജിതിൻ ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പതപ്പിച്ചു. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ആളൊന്നും മിണ്ടിയില്ല. ജിതിൻ പുറത്തേക്ക് ഇറങ്ങി ഡോറ് ചാരി. റൂമിലെത്തിയപ്പോൾ ദേവ് ബെഡിൽ നിന്ന് ടോയ് കാർ ഓടിച്ച് കളിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും കളിപ്പാട്ടം വാങ്ങി തന്നിട്ടും മോൾക്ക് ഇതിനോടാ ഇഷ്ടമല്ലേ? അയ്യോ അതൊന്നല്ലെങ്കിലേ ഞാനതൊക്കെ നാളെ എടുത്ത് കളിച്ചോളാം. മോൾക്ക് ബാത്റൂമിൽ പോണോ? വേണ്ട. ജിതിൻ കളിപ്പാട്ടം മാറ്റി വെച്ച് അവളെ കിടത്തി. പിന്നെ അവനും കിടന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അങ്കിളെ? വിഷമിക്കണ്ട, ചെറിയൊരു പനി, നാളേക്ക് മാറും. അമ്മയില്ലാത്തതുകൊണ്ടാണോ മോൾ ഉറങ്ങാത്തേ? അമ്മ ഇന്നും എന്നെ കെട്ടിപ്പിടിച്ച് കിടത്തി ഉറക്കും. അതിനെന്താ, ഞാനങ്ങനെ പിടിച്ചാൽ പോരെ? അവൻ ദേവുവിനെ തന്നെ ദേഹത്തേക്ക് ചേർത്ത് ഒരു കൈ കൊണ്ട് അവളെ പൊതിഞ്ഞ് പിടിച്ചു. അവളുടെ ശ്വാസം നെഞ്ചിൽ തട്ടിയപ്പോൾ ജിതിന് താൻ മറ്റേതോ ലോകത്തെത്തിയ പോലെ തോന്നി. സ്നേഹിക്കാൻ ഒരാൾ, ഒരു കുഞ്ഞു മാലാഖ. അവളുടെ അച്ഛനും അമ്മയൊന്നും ജീവനോടെയില്ല. അവളുടെ ഓർമ്മ പോലുമില്ല. അവളെ സംബന്ധിച്ച് തുളസിയാണ് അമ്മ. സത്യമൊരിക്കലും ദേവു അറിയരുതെന്ന് കരുതിയിട്ടാണ് അവൾ ഒളിച്ച് താമസിച്ച്. ഇന്നിതായി കുഞ്ഞ് തൻ്റെയും പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുന്നു. ഇത്രയും കാലം അനുഭവിച്ചൊക്കെ മായ്ക്കാൻ ഇവളുടെ കളിച്ചിരികൾക്ക് സാധിച്ചു. അങ്കിളിന് ഏട്ടനുണ്ടല്ലേ? അവളുടെ ചോദ്യം കേട്ട് ജിതിൻ ഞെട്ടി. മോൾക്ക് എങ്ങനെ അറിയാം? അമ്മയോട് പറയുന്ന കേട്ടതാ. ഏട്ട ഇപ്പൊ പിണക്കല്ലേ? അപ്പൊ അച്ഛനും അമ്മയോ? അവരൊക്കെ മരിച്ചു. എനിക്കും അച്ഛനില്ല, മരിച്ചുപോയി. ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്ന പ്രമോദങ്കിൾ പറഞ്ഞ്. അപ്പൊ എനിക്ക് അച്ഛനെ കാണാൻ പറ്റും. പക്ഷെ അമ്മ കൂടെ ഉണ്ടാവില്ലല്ലോ, അതാ സങ്കടം. ഏയ് അങ്ങനൊന്നും പറയില്ല മോളെ, നീ എവിടേക്കും പോയില്ല. അങ്കിളിന് നീലാ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടം അങ്കിളിനെ. ജിതിന്റെ ശബ്ദം വിടറി. അങ്കിൾ എൻ്റെ അച്ഛനായിരുന്നെങ്കിൽ എന്ത് രസായിനെ. അങ്ങനെ തന്നെ കരുതിക്കോ. അവൻ ദേവുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ ശിരസിൽ മുത്തം വെച്ചു. മോളെ ഇന്നും മരുന്നഴിച്ച വയ്യായികൊക്കെ മാറും. എന്നിട്ട് വേണം അങ്കിളുടെ മോളെയും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ. അമ്മയും വേണം. അതിനെന്താ, അമ്മയും കൊണ്ടുപോവാ. അവൾ തല ഉയർത്തി ജിതിനൊരു ഉമ്മ സമ്മാനിച്ചു. അങ്കിള് വിഷമിക്കണ്ട കേട്ടോ, ഏട്ടൻ പിണക്കൊക്കെ മാറി വരും. ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നുറക്കേക്കറിയാൻ അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. 10 വയസ്സ് പോലും തികയാത്തൊരു കുഞ്ഞിനെ തന്നെ മനസ്സിലായി. എന്നിട്ടും സ്വന്തം കൂടപ്പിറപ്പിനെ കഴിഞ്ഞില്ല. മോൾ ഉറങ്ങിക്കോ. അവൻ ദേവുവിന്റെ മുതുകിൽ പതിയെ തട്ടിക്കൊണ്ടിരുന്നു, ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യത്തോടെ. നാളുകൾ പിന്നെയും കടന്നുപോയി. ദേവുമോളുടെ ആരോഗ്യം പണ്ടത്തേയിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ടത് ഡോക്ടർമാരെ പോലും ആശ്ചര്യപ്പെടുത്തി. ജിതിന്റെ സാമീപ്യമാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കിയ കുരുവിള തുളസിയെയും കുഞ്ഞിനെ ആ വീട്ടിൽ നിന്ന് മാറാൻ സമ്മതിച്ചില്ല. ജിതിന് മോളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരുന്നു. അവൻ കോറിൽ പോകുന്ന മതിയാക്കി ഹോസ്പിറ്റലിൽ ആംബുലൻസ് ഡ്രൈവറായി വീണ്ടും ജോലി ചെയ്തു തുടങ്ങി. പരിഹസിച്ചിരിക്കുന്ന മുഖങ്ങൾ അവഗണിക്കാൻ ശീലിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു നോക്കി ഉമ്മറത്ത് കാത്തിരിക്കുന്ന ദേവുമോളാണ് മനസ്സ് നിറയെ. തുളസിക്ക് അതുപോലെ തന്നെ. അവന് ഇഷ്ടമുള്ളൊക്കെ വെച്ചുണ്ടാക്കി വീട് വൃത്തിയായി സൂക്ഷിച്ച് ഒരു വീട്ടമ്മയെ പോലെ അവളും പെരുമാറി. പ്രണയമോ കാമമോ ഒന്നും തോന്നാതെ പരസ്പരം താങ്ങായി ആ വീട്ടിൽ അവർ കഴിഞ്ഞു. മറ്റുള്ളവർ എന്ത് കരുതിയെന്ന് രണ്ടാളും ചിന്തിച്ചതേയില്ല. എടാ, നിനക്ക് അവളെ അങ്ങ് കെട്ടിക്കൂടെ? ഒരു ദിവസം കുരുവിള ജിതിനോട് ചോദിച്ചു. അയാളുടെ കാറിന്റെ പഞ്ചറായ ടയർ മാറ്റുകയെന്ന് ജിതിൻ തലയുയർത്തി നോക്കി. തുളസിയെ വേറെ ആരെ? തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. പ്രിയമുള്ളവരെ, എനിക്കൊരു അപേക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഈ ഫസ്റ്റ് പാർട്ട് കേട്ടോ മറക്കാതെ നാളെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അവസാന പാർട്ട് കേൾക്കണം. ഇതിൻ്റെ ക്ലൈമാക്സ് അത്രമേൽ ഹൃദയത്തിലേക്ക് കൊള്ളുന്ന രീതിയിലാണ് അത് കർണൻ എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വായിച്ചപ്പോൾ വല്ലാതെ ഹോണ്ട് ചെയ്തു എന്നെ. എന്താ പറയുക, കണ്ണും മനസ്സൊക്കെ ഒരുപോലെ നിറഞ്ഞിട്ടാണ് ഞാൻ ആ കഥയുടെ ആ പോർഷൻ വായിച്ച് തീർച്ചയായിട്ടും നിങ്ങളും ഇത് കേൾക്കുമ്പോൾ വേറെ ലോകത്തെത്തിയ ഫീലായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രമേൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ കർണൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറക്കാതെ ഇതിൻ്റെ അവസാന ഭാഗം എല്ലാവരും കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ചാനലിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ തന്നിട്ടുള്ള എഴുത്തുകാരിയാണ് നീലാംബരി എഴുതുന്ന തുടർക്കഥ നമ്മുടെ ഷാഹുൽ മലൽ സ്റ്റോറീസിൽ വൈകുന്നേരം 4 മണി മുതൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കലിപ്പൻ ബോസിൻ്റെയും നിലാവിൻ്റെ ശോഭയുള്ള നിലയുടെയും മനോഹരമായ പ്രണയകഥയാണ്. കോമഡിയുണ്ട്, ആക്ഷനുണ്ട്, റൊമാൻസിൻ്റെ അയ്യര് കളിയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു ഫാമിലി റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലറാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നീലാംബരി എഴുതിയിരിക്കുന്നത്. അപ്പം മറക്കാതെ ഷാഹുൽ മലൽ സ്റ്റോറീസിൽ എല്ലാ ദിവസവും വൈകിട്ട് നീലാംബരി എന്ന സ്റ്റോറി കേൾക്കാൻ ശ്രമിക്കുക. താങ്ക് യു.